നമസ്കാരം. ജീലിൻ നീലിനോട് ആ ചിപ്സിന്റെ കാര്യം പറഞ്ഞപ്പോ ആ സമയത്ത് പോലും അറിയാതൊരു പുഞ്ചിരി നീലിന്റെ ചുണ്ടിലേക്ക് വരികയാണ്. ജീലിന് ആ ചിപ്സ് എന്ന് പറഞ്ഞാൽ ജീവനാണ്. അവള് നീലിനോട് പറയുകയാണ്, നീൽ, നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി നിന്നെ തിരക്കി ഇറങ്ങിയതുകൊണ്ടാ ഞാൻ അവന്റെ പിടിയിൽപ്പെട്ടത്. അതുകൊണ്ട് നീ തന്നെ എനിക്ക് ചിപ്സ് വാങ്ങിച്ചു തരണം. ജീലിൻ അങ്ങനെ പറയുമ്പോ പെട്ടെന്ന് അവളുടെ മുഖത്ത് ഒരു ടെൻഷൻ കയറി വരികയാണ്. അവളുടെ മുഖത്തേക്ക് നോക്കിക്കുന്ന നീലിനെ അവളെ പെട്ടെന്ന് ഉറക്കെ വിളിക്കുകയാണ്, നീൽ. അങ്ങനെ അവളെ വിളിച്ചതും നീല് അതിവേഗതയിൽ ഒന്ന് തിരിഞ്ഞ് തന്റെ വലത് കൈകൊണ്ട് തനിക്ക് നേരെ പാഞ്ഞു വരുന്ന വാളിൽ ആഞ്ഞിടിക്കുകയും ചെയ്തു. ശരിക്കും ആ മുറിയിലേക്ക് അതിവേഗതയിൽ ആളുകൾ കയറി വരുന്നത് നീല് കണ്ടിരുന്നില്ല. ജീലിന്റെ ഉറക്കമുള്ള വിളിയാണ് നീലിനെ ശരിക്കും തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിച്ചത്. നീലിനെ ഇടിയേറ്റ് ആ വാളങ്ങ് നുറുങ്ങി. ആ വാള് നുറുങ്ങിയതും നീലിനെ വെട്ടാനായ ഓങ്ങിയ ആള് നീലിനോട് ചോദിച്ചു, നീ ആരോട് ചോദിച്ചിട്ടാ ഈ സ്കൈവസ് സെക്ഷൻ മുറിയിലേക്ക് കടന്നത്? ഇത് നിയന്ത്രിത മേഖലയാണെന്ന് അറിയില്ലേ? അവൻ ആ ചോദ്യം ചോദിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അവനത് അർത്ഥമാക്കുന്നുണ്ട്. അതൊരു നിരോധിത മേഖലയാണ്. ആ സ്കൈവസ് സെക്ഷന്റെ യോദ്ധാക്കൾ അവിടെ കാണുന്ന ആ കുട്ടികളുമായി കണക്റ്റഡ് ആണ്. ആ കുട്ടികളുടെ പ്യൂർ എനർജി, അതാണ് അവന്മാര് സ്ട്രെങ്തൻ ചെയ്യുന്നതിന്റെ ബേസ് എന്ന് പറയുന്നത്. ഒരുപാട് കൊച്ചു കുട്ടികളെ കൊണ്ടുവന്നിട്ട് അവരുടെ എനർജി വലിച്ചെടുത്ത് ആ എനർജി അവരുടെ കൾട്ടിവേഷന് ഉപയോഗിക്കുന്ന അതീവ മോശമായ ഒരു ക്രൂരമായ ടെക്നിക്ക് ഈ സ്കൈവസ് സെക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആ ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്യുന്ന അവന്മാർക്ക് ഹാൻ കുടുംബം സെലക്ട് ചെയ്യുന്ന 100 ആളുകളിൽ പെടാനായിട്ട് അവന്മാര് ഹാൻ കുടുംബം ഈ സെലക്ഷൻ നടത്തുന്ന പ്രക്രിയ നടക്കുന്ന ആ ഭാഗത്ത് ആ കൂടുകളുമായി എത്തിയതാണ്. ആ കൂട്ടിനകത്തൊക്കെ കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ഊർജം വലിച്ചെടുത്ത് അവസാന നിമിഷം ശക്തരായി ആ 100 പേരുടെ ടീമിലേക്ക് കടന്നു കയറുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. അത് ഇപ്പൊ ഇതാ പൊളിക്കപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, അവന്മാരുടെ രഹസ്യം ആ ചെറുപ്പക്കാരൻ അറിഞ്ഞിരിക്കുകയാണ്. ആ രഹസ്യം അറിയുന്ന ഒരാളും ജീവിച്ചിരിക്കാൻ പാടില്ല. ആ ചിന്തകളൊക്കെ ആ വാള് വീശി ആളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അയാൾ കൂടുതൽ ആളുകളോട് പറഞ്ഞു, അറ്റാക്ക്. ഒത്തിരിയേറെ അതിശക്തരായ യോദ്ധാക്കൾ മുന്നിലേക്ക് കുതിക്കുന്നുണ്ടതും നീല് ജീലിനോട് പറഞ്ഞു, ജീലൻ, നീ ആ കൂടുകളിലെ കുട്ടികളെ തുറന്നു വിടുക, എന്നിട്ട് അവർക്ക് ഈ പിൽസ് കൂടെ കൊടുക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് നീല് 2-3 ബോട്ടിലുകൾ ജീലിന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ ബോട്ടിലെ കൈ വാങ്ങിച്ചെങ്കിലും ജീലിൻ നീലോട് ചോദിക്കുകയാണ്, നീൽ, ഇവരെ എങ്ങനെ നേരിടും? ആ ചോദ്യത്തിന്റെ ഉത്തരമായി നീല് ജീലിനോട് പറഞ്ഞു, അതിന് ഞങ്ങൾ രണ്ടും മതി, ഞങ്ങള് രണ്ടും. അങ്ങനെ ജീലിൻ ചോദിക്കുമ്പോഴാണ് അവള് യഥാർത്ഥത്തിൽ ലിറ്റിൽ ഗോൾഡിനെ ശ്രദ്ധിക്കുന്നത്. അവള് നീൽഗിരിയെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നീലിന്റെ ഷോൾഡറിൽ ആ പൂച്ച ഇരിപ്പുണ്ട്. അവൾക്കറിയാം ആ പൂച്ചയെ. പണ്ടൊരിക്കൽ ആ പൂച്ചയെ ഒന്ന് തലോടാൻ അവൾ ശ്രമിച്ചപ്പോ ആ പൂച്ച ഒന്ന് മുരണ്ടിരുന്നു. ആ ലിറ്റിൽ ഗോൾഡിനെ കണ്ടപ്പോ ജീലിന്റെ മുഖത്ത് വല്ലാത്തൊരു കൗതുകം. പക്ഷെ ഇപ്പോ നീല് പറഞ്ഞ ആ ഡയലോഗ് അവളെ ശരിക്കും കുഴക്കിന്ന് പറയാം. അവളെ അമ്പരപ്പോടെ നീലിനെയും ലിറ്റിൽ ഗോൾഡിനെയും നോക്കിയിട്ട് നീലോട് ചോദിച്ചു, നീൽ, ഞങ്ങൾ രണ്ടെന്ന് പറഞ്ഞത്? അങ്ങനെ അവൾ സംശയത്തോടെ ചോദിക്കുമ്പോഴേക്കും ലിറ്റിൽ ഗോൾഡ് നീലിന്റെ ഷോൾഡറിൽ നിന്ന് താഴേക്ക് ചാടിക്കഴിഞ്ഞു. ലിറ്റിൽ ഗോൾഡിനെ ഒരു യോദ്ധാവായി ജീലിൻ പരിഗണിച്ചിട്ടില്ല എന്ന കാര്യം ലിറ്റിൽ ഗോൾഡിന് മനസ്സിലായത് കൊണ്ടാകും അത് താഴേക്ക് ചാടിയെന്ന് നീലിന് തോന്നുകയും ചെയ്തു. ആ സമയമായപ്പോ ആ യോദ്ധാക്കൾ നീലിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു. അത് കണ്ടതും നീല് അതിവേഗം ജീലിനെ ആ കൂടുകളുടെ അടുത്തേക്ക് പെട്ടെന്ന് വലിച്ചു മാറ്റി. അടിയന്തരമായി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലായ ജീലിൻ ആ കൂടുകളുടെ അടുത്തേക്ക് നീങ്ങുമ്പോൾ നീല് ആ 9 നെത്ത് സ്കൈ സ്പിയർ കയ്യിലെടുത്തു കഴിഞ്ഞു. ആ സ്പിയർ നീല് കയ്യിലെടുത്തതും പെട്ടെന്ന് ആ മുറി മുഴുവൻ കറുത്ത പുക കൊണ്ടങ്ങ് നിറഞ്ഞു. അമ്പരപ്പിക്കുന്ന വേഗതയിൽ ആ കറുത്ത പുക ആ മുറിയിൽ എങ്ങനെ നിറയുമ്പോൾ ജീലിൻ കൂടുകളിൽ നിന്ന് കൂടുകളിലേക്ക് ഓടുകയാണ്. ഈ സമയത്ത് നീലിന്റെ ഇടതുവശത്ത് ലിറ്റിൽ ഗോൾഡ് അങ്ങോട്ട് കടന്നു വരുന്ന ആ ആളുകളെ സൂക്ഷിച്ചു നോക്കുമ്പോൾ നീല് ആ സ്പിയറുമായി മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞു. മുന്നോട്ട് കുതിച്ച നീലിന്റെ ആ സ്പിയർ ആദ്യം കണ്ട ഒരുത്തന്റെ കഴുത്തിലൂടെ അങ്ങ് കടന്നു പോവുകയാണ്. അക്ഷരാർത്ഥത്തിൽ അവന് എന്താണ് സംഭവിച്ചെന്ന് മനസ്സിലാകുമ്പോൾ അവന്റെ കഴുത്തിലൂടെ കടന്നുപോയ ആ സ്പിയർ നീല് വലിച്ചെടുക്കുകയും അതേ സ്പിയറോട് നീല് വലത്തിനിടത്തേക്ക് വിലങ്ങനെ ഒരു വീശ് വീശുകയും ചെയ്തു. ശക്തമായ ആ സ്പിയറിന്റെ അറ്റത്ത് ഒരു നീല പ്രകാശമുണ്ട്. ആ പ്രകാശം ആ ഇരുണ്ട അന്തരീക്ഷത്തിലൂടെ അങ്ങനെ കടന്നു പോകുമ്പോൾ നീലയാണോ കറുപ്പാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശൈലിയിൽ എന്തോ ആളുകളുടെ പുറത്ത് തട്ടുന്ന പോലെയാണ് തൊട്ട് പുറകിലുള്ള ആളുകൾക്ക് തോന്നുക. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ആ സ്പിയർ ഒരു വൃത്തം പൂർത്തീകരിച്ച് നീലിന്റെ കയ്യിലേക്ക് മടങ്ങി വന്ന ആ നിമിഷത്തിൽ ആ ടീമിന്റെ ലീഡർ സ്തംഭിച്ച് ആ കാഴ്ച കാണുകയാണ്. അയാളുടെ മുന്നിലേക്ക് ഓടിക്കേറിയ 4 ഓർജിൻ കിങ് യോദ്ധാക്കൾ ഇത് അവിടെ ഡെഡ് ബോഡികളായി മാറിയിരിക്കുകയാണ്. ഒരാളുടെ കഴുത്തിലേക്ക് ആ സ്പിയർ കയറ്റി തിരിച്ചു വലിച്ച ആ ചെറുപ്പക്കാരൻ അടുത്ത 3 ആളുകളുടെയും കഴുത്ത് ഖണ്ഡിച്ചിരിക്കുകയാണ്. ശരിക്കും വാൾ ഉപയോഗിക്കും പോലെ ആ സ്പിയർ ആ ചെറുപ്പക്കാരൻ ഉപയോഗിച്ചിരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ തങ്ങൾ കരുതിയതുപോലെ
ഒരു സാധാരണക്കാരനല്ല. ആ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ആ ഡാവോ യുവാൻ ലെവലിലെ ആ യോദ്ധാവ് നീലിനെ നോക്കി അലറുകയാണ്. നീ ചെയ്യാൻ പാടില്ലാത്താണ് ചെയ്യുന്നത്. അങ്ങനെ അയാൾ പറഞ്ഞു എന്ന് മാത്രമല്ല, മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. അയാൾ മുന്നോട്ട് കുതിച്ചപ്പോ ലിറ്റിൽ ഗോൾഡും മുന്നോട്ട് കുതിച്ചു. ലിറ്റിൽ ഗോൾഡ് ഒരു ചെറിയ പൂച്ചയാണ്. ആ പൂച്ച അയാൾക്ക് നേരെ ചാടി ഉയർന്നു കണ്ടപ്പോ ശരിക്കും ആ ഡാവോ യുവാൻ യോദ്ധാവിന് അക്ഷരാർത്ഥത്തിൽ പൊട്ടിച്ചിരിക്കാനാണ് തോന്നിയത്. കാരണം ആ പൂച്ച അതിന്റെ ചെറിയ കൈ ഉയർത്തി അയാൾ അടിക്കാൻ പോവുകയാണ്. ഈ പൂച്ചയും പട്ടിയൊക്കെ പെറ്റ് മൃഗങ്ങളായി വളർത്തുന്ന ആളുകള് സംരക്ഷിക്കാൻ ആ പെറ്റുകളും ശ്രമിക്കുമല്ലോ. ആ ചെറുപ്പക്കാരന്റെ വളർത്ത് പൂച്ച ആ ചെറുപ്പക്കാരൻ ആക്രമിക്കപ്പെടുന്ന കണ്ടപ്പോ രക്ഷിക്കാനായി ഒരു ശ്രമം നടത്തുന്നതാണെന്ന് സ്വാഭാവികമായിട്ടും ആ ഡാവോ യുവാന് മനസ്സിലാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ ആ പൂച്ചയെ നോക്കി ഒരൊറ്റ വെട്ട്. അയാളുടെ കയ്യിലൊരു വാളുണ്ട്. ആ വാൾ ഉപയോഗിച്ച പൂച്ച രണ്ടായി മുറിക്കാനായി അയാൾ ആഞ്ഞ് വെട്ടുമ്പോഴേക്കും ആ പൂച്ചയുടെ അടി അയാളുടെ നെഞ്ചിൽ പതിച്ചു കഴിഞ്ഞു. നെഞ്ചിൽ ആ അടി പതിച്ചതും ശരിക്കും അക്ഷരാർത്ഥത്തിൽ ആ ഡാവോ യുവാൻ യോദ്ധാവിന്റെ കിളിപ്പോയതുപോലെ ഒരു ഫീലിംഗ് അയാൾക്കുണ്ടാവുകയാണ്. അയാളുടെ നെഞ്ചിൽ വല്ലാത്തൊരു നീറ്റൽ. അയാൾ ആ പൂച്ചയെ ആഞ്ഞു വെട്ടിയെങ്കിലും ആ വെട്ട് പൂച്ചയ്ക്ക് കൊണ്ടിട്ടില്ല. അതേസമയത്ത് അയാളുടെ നെഞ്ചിൽ നല്ല വേദന അനുഭവപ്പെടുകയാണ്. അയാള് തല കുനിച്ച് നെഞ്ചിലേക്ക് നോക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അയാൾ കാണുന്നത്. അയാളുടെ നെഞ്ച് ആ പൂച്ച അള്ളി അടർത്തിയിരിക്കുകയാണ്. അതെ, ആ നെഞ്ചിനെ ആ പൂച്ച അള്ളി കീറിയിരിക്കുകയാണ്. ആ കാഴ്ചയിലേക്ക് അയാൾ നോക്കുമ്പോഴേക്കും ലിറ്റിൽ ഗോൾഡ് അയാളുടെ പുറത്തേക്ക് ചാടി കയറി അയാളുടെ ആ വാളിരുന്ന കയ്യിലേക്ക് ഒരു ഒറ്റ ഇടി. അയാൾക്ക് ആ വാള് ശരിക്കും ഉപയോഗിക്കാൻ കഴിയുമ്പോൾ ആ വാളും അയാളുടെ കൈയും ഏതാണ്ട് ഒന്നിച്ച് ഒടിഞ്ഞു എന്ന് പറയാം. ആ വാള് രണ്ടായി ഒടിയുമ്പോൾ അയാളുടെ കൈയും പെട്ടെന്ന് ഒടിഞ്ഞു തൂങ്ങി. വിശ്വസിക്കാനാവാതെ അയാൾ അമ്പരപ്പോടെ തന്റെ ആ ഒടിഞ്ഞ കൈയിലേക്ക് നോക്കുമ്പോൾ ലിറ്റിൽ ഗോൾഡ് അയാളുടെ മുഖത്തേക്ക് ഇങ്ങനെ ഇടിച്ചു കയറുകയാണ്. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദത്തോടെ ആ ചെറുപ്പക്കാരൻ താഴേക്ക് വീണു. ആ CV സെക്ഷന്റെ ലീഡറാണ് അവിടെ താഴേക്ക് വീണ ആ യോദ്ധാവ്. അയാൾ ഒരു ഡാവോ യുവാൻ ലെവലിലെ യോദ്ധാവാണ്. ബാക്കി ആ ഹാളിനകത്തുള്ള മുഴുവൻ ആളുകളും ഒറിജിൻ കിങ് ലെവലിലെ യോദ്ധാക്കളാണ്. അവരെക്കാൾ ശക്തനായ അവരുടെ ലീഡർ ഇതാ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ യാഥാർത്ഥ്യം വല്ലാത്തൊരു വിറയലോടുകൂടിയാണ് ബാക്കിയുള്ള ആളുകൾ ഉൾക്കൊള്ളുന്നത്. പക്ഷെ ആ സമയത്ത് അവരൊരു ശബ്ദവും കേട്ടു. ലിറ്റിൽ ഗോൾഡ്, ഒരാളെയും ജീവനോടെ വിടരുത്. അത് കേട്ടതും ലിറ്റിൽ ഗോൾഡ് മുന്നോട്ട് കുതിക്കുകയാണ്. നീലും ഒപ്പമുണ്ട്. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ മുറിയിലുണ്ടായിരുന്ന കറുത്ത പുക പൂർണ്ണമായും അപ്രത്യക്ഷമായി. ആ കറുത്ത പുക അപ്രത്യക്ഷമാകുമ്പോഴേക്കും ജീലിൻ ആ മുറിയിലെ സകല കൂടുകളും തുറന്നു കഴിഞ്ഞു. ആ കൂടുകൾ തുറന്നു എന്ന് മാത്രമല്ല, ആ കൂട്ടിനകത്തുള്ള പെൺകുട്ടികൾക്ക് നീല് കൊടുത്ത ആ പിൽസ് ജിലിൻ കൊടുക്കുകയും ചെയ്തു. ശരിക്കും ആ കൂടുകൾ തുറക്കുന്ന തിരക്കിലായിരുന്നതുകൊണ്ട് പുറകെ നടക്കുന്ന കാര്യങ്ങൾ ജിലിൻ ശ്രദ്ധിച്ചിരുന്നില്ല. അവസാനത്തെ കൂടും തുറന്നതിന് ശേഷം അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവള് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച കാണുകയാണ്. അവിടെ ഒരേ ഒരാളെ ഉള്ളൂ. അത് സാക്ഷാൽ നീൽഗിരിയാണ്. നീലിന്റെ ഷോൾഡറിൽ ആ പൂച്ച കിടന്ന് ഉറങ്ങുകയാണ്. ബാക്കിയുള്ള ആളുകൾ എവിടെ പോയി? ആ ഒരു ചോദ്യം ജിലിന്റെ മനസ്സിലേക്ക് വന്നതും അവളുടെ കണ്ണുകൾ അവിടെ തറയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പതിയുകയാണ്. അവിടെ ആ ഡെഡ് ബോഡികൾ അങ്ങനെ നിരന്നു കിടക്കുകയാണ്. ആ ഡെഡ് ബോഡികളൊക്കെയും നേരത്തെ അതിശക്തരായ യോദ്ധാക്കളായിരുന്നു എന്നുള്ള കാര്യം ജിലിനോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവരൊക്കെ മിനിമം ഒറിജിൻ കിങ് ലെവലുകാരാണ്. അതും ജിലിന് അറിയാം. ഇവരെ നീല ഒറ്റയ്ക്ക് തോൽപ്പിച്ചു. അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഈ കാണുന്ന കാര്യം. നീല അവിടെ ആ ജീനിയസ് മീറ്റിൽ അത്ഭുതങ്ങളൊക്കെ കാണിച്ചു കൂട്ടിയത് അവളും കണ്ടതാണ്. ആ ഫീനിക്സ് സെക്ഷന്റെ എൽഡർ നീലിന്റെ കയ്യിൽ കൊല്ലപ്പെട്ടതും അവൾ കണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് അമാനുഷികമെന്ന് കരുതിയ ആ പടികൾ കയറി നീല മുകളിലെത്തിയ രംഗവും അതും അവൾക്ക് നന്നായി ഓർമ്മയുണ്ട്. പക്ഷെ അതിനെയൊക്കെ ഈ രംഗം മറികടന്നിരിക്കുകയാണ്. ഏകദേശം 20ഓളം വരുന്ന ഒറിജിൻ കിങ് യോദ്ധാക്കളും ഒരു ഡാവോ യുവൻ യോദ്ധാവുമാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ 21 ആളുകളും ഇപ്പോ ഡെഡ് ബോഡികളാണ്. അവൾ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് അവള് നീലോട് പറഞ്ഞു, നീൽ, നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ സ്ഥലം വിടണം. അവളുടെ ആ വാക്കുകളിലെ ത്വര മനസ്സിലാക്കിയ നീല് അതിവേഗം ആ പെൺകുട്ടികളെയും ജീലിനെയും കൂട്ടി അവിടെ നിന്ന് പുറത്തേക്ക് കടന്നു. ഈ സമയത്ത് ഒരു മലയുടെ മുകളിൽ രസകരമായ ഒരു രംഗം അരങ്ങേറുകയാണ്. അവിടെ ഒരു വലിയൊരു സ്തൂപം നിപ്പുണ്ട്. ആ സ്തൂപത്തിൽ നമുക്ക് വളരെ വ്യക്തമായ ഒരു ഹെഡിങ് ആണ്, ഹോളി ലിസ്റ്റ്. കുലൻ മലയിലെ ഏറ്റവും മിടുക്കരായ ശക്തരായ 1000 ആളുകളുടെ ലിസ്റ്റാണ് ആ കൂറ്റൻ സ്തൂപത്തിൽ ഇപ്പോൾ നമുക്ക് ദർശിക്കാൻ കഴിയും. ഒരുപാട് ചെറുപ്പക്കാരും ഒരുപാട് മുതിർന്ന ആളുകളും ഒക്കെ അവിടെ ഉണ്ട്. അവിടെ ആ സ്തൂപത്തിലെ ലിസ്റ്റ് പുനഃക്രമീകരിക്കാൻ പോവുകയാണ്. അവിടെ ആ ലിസ്റ്റ് പുനഃക്രമീകരിക്കുന്നത് എപ്പോഴാണെന്ന് അവർക്കൊക്കെ അറിയാം. അത് കാണാൻ വേണ്ടിയാണ് ആളുകളൊക്കെ എത്തി നിൽക്കുന്നത്. ആ ലിസ്റ്റിലേക്ക് നോക്കി പലരും പല ഡയലോഗുകളും പറയുകയാണ്. ആരായിരിക്കാം ആ ലിസ്റ്റ് ടോപ്പ് ചെയ്യുന്നത്? ആരൊക്കെ അവരുടെ സുഹൃത്തുക്കൾ അതിനകത്ത് കടന്നു വരും? അങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലേശം പ്രായമുള്ള ഒരാള് കുറച്ച് മാറി ഒരു കസേര ഇരിക്കുകയാണ്.
അയാള് അവിടെ വരുന്ന ആളുകളൊക്കെ നിരീക്ഷിച്ച് ആ കസേരയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അയാളുടെ അടുത്ത് നിൽക്കുന്ന സ്ത്രീ, അവർക്ക് ലേശം പ്രായമുണ്ട്. അവർ ആ പ്രായമുള്ള ആളോട് പറഞ്ഞു, അല്ല അയാളുടെ യുവാൻ, നിങ്ങൾ എന്തിനാ സ്ഥിരം ഈ ലിസ്റ്റ് മാറുമ്പോഴൊക്കെ ഇവിടെ വരുന്നത്? അതൊരു രസമല്ലേ? പുതിയ യോദ്ധാക്കൾ ആരൊക്കെ ഉണ്ടെന്ന് ഒന്ന് അറിയുന്നത് എന്തുകൊണ്ടും രസമുള്ള കാര്യമല്ലേ? യുവാൻ വെറുതെ ആണ് ഇവിടെ വരുന്നത്. നമ്മുടെ കാലഘട്ടത്തിലെ പോലെ ഇപ്പോ അങ്ങനെ ശക്തരൊന്നുമില്ല. ഇപ്പോൾ ഉള്ളവരൊക്കെ ഒരുതരം കണക്ക് തന്നെ. അങ്ങനെ ആ പ്രായമുള്ള സ്ത്രീ പറഞ്ഞതും എൽഡർ യുവാൻ ആ സ്ത്രീയോട് പറഞ്ഞു, അങ്ങനെയല്ല, ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു ചെറുപ്പക്കാരനെ കണ്ടായിരുന്നു. അവൻ കൊള്ളാം. അവൻ നമ്മളെയൊക്കെ ശരിക്കും ഒന്ന് അതിശയിപ്പിക്കാൻ സർവ്വ സാധ്യതയുണ്ട്. ആ ഡയലോഗ് പറഞ്ഞ വ്യക്തിയെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. നീലും മോർണിംഗും കണ്ടുമുട്ടിയ ആ സെമിത്തേരിയിൽ ലിങ്ഡന്റെ പിതാവിന്റെ ബോഡിയുമായി ലിങ്ഡനും നീലും എത്തുമ്പോൾ ആ ബൗണ്ടറിയിൽ ഗേറ്റിനടുത്ത് അവരെ തടഞ്ഞ അതേ വൃദ്ധനാണ് അവിടെ ഇരിക്കുന്നത്. നീല് തന്റെ കൈവശമുണ്ടായിരുന്ന പിൽസ് കൊടുത്ത് അയാളെ സന്തോഷിപ്പിച്ചതിന് ശേഷമാണ് അയാൾ നീലിനെയും ലിങ്ഡനെയും ലിങ്ഡന്റെ പിതാവിന്റെ ബോഡിയും അകത്തേക്ക് കടത്തിവിട്ടത്. അതേ വ്യക്തി ആ പ്രായമുള്ള സ്ത്രീയോട് ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് സംസാരിക്കുകയാണ്. ആ സംഭാഷണം ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ ആ സ്തൂപത്തിലെ പേരുകൾ പെട്ടെന്നങ്ങ് മാഞ്ഞു. ആ പേരുകൾ മാഞ്ഞ് അടുത്ത നിമിഷത്തിൽ പുതിയ പേരുകൾ വരികയാണ്. അവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ അവർക്ക് പരിചയമുള്ള ആളുകൾ ആ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ അതിനകത്തുനിന്ന് ആ ലാ എൻഫോഴ്സ്മെന്റ് ടീമിലെ ഫിൻ അലക്സിന്റെ പേര് അങ്ങ് മാഞ്ഞു. അതുപോലെ 1000 റാങ്കിലുണ്ടായിരുന്ന ആ സീതു ഫെങ്ങും അപ്രത്യക്ഷമായി. ആ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മരിച്ചുപോയ യോദ്ധാക്കളെയൊക്കെ ഒഴിവാക്കി പുതിയ ആളുകളെ അവിടേക്ക് കൊണ്ടുവരും. ഇപ്പോ ആ ലിസ്റ്റിനകത്ത് നമ്മുടെ നീൽഗിരി ഉണ്ട്. നീല് ആദ്യമായിട്ടാണ് ലിസ്റ്റിലേക്ക് കടന്നു വരുന്നത്. ആ നമ്പർ ആദ്യം 1000 എത്തി. അതിനുശേഷം ആ നമ്പർ മുകളിലോട്ടങ്ങ് നീങ്ങുകയാണ്. മുകളിലോട്ടുള്ള നമ്പറുകളിലേക്ക് നീൽഗിരിയുടെ ആ പേരുകളെയും നീങ്ങി പോകുമ്പോൾ കൗതുകത്തോടെ ആ പുതിയ പേരുകാരനെ പലരും നോക്കുന്നുണ്ട്. അവരിൽ പലരും ആദ്യമായിട്ടാണ് നീൽഗിരി എന്ന പേര് ആ ലിസ്റ്റിനകത്ത് കാണുന്നത്. അത് ഓടിയെത്തി നിന്നത് 912 എന്ന റാങ്കിലാണ്. ഹോളി ലിസ്റ്റിനെ ഹെവൻ ഡിക്ലറേഷൻ ലിസ്റ്റ് എന്നാണ് വിളിക്കുക. ഹെവൻ ആണ് ആ ലിസ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നതാണ് പൊതുവെ പറയുക. ഏതോ ഒരു ഏജൻസി വളരെ സമർത്ഥമായി കുളിൽ നടക്കുന്ന ആക്ടിവിറ്റീസ് വെരിഫൈ ചെയ്തതിനു ശേഷം ആ ലിസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അത് സ്വർഗത്തിലെ ആ ഭരണാധിപന്മാർ ഇടപെട്ട് തയ്യാറാക്കുന്ന ലിസ്റ്റാണെന്നുള്ള ഒരു പൊതുബോധം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഹെവൻ ഡിക്ലറേഷൻ ലിസ്റ്റ് എന്ന് ആ ഹോളി ലിസ്റ്റിനെ വിളിക്കുക. ആ ലിസ്റ്റിലെ പുതിയ പേരുകാരൻ ഒരുപാട് ആളുകളെ ഓവർടേക്ക് ചെയ്ത് 912 എന്ന റാങ്കിലേക്ക് എത്തിയപ്പോൾ പലർക്കും വല്ലാത്തൊരു അതിശയം. ഈ സമയത്ത് അവിടെ ആ കസേര ചാരിയിരിക്കുന്ന ആ ഓൾഡ് മാന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരികയാണ്. എൽഡർ യുവാൻ പുഞ്ചിരിക്കുന്നത് ആ പുതിയ പേരുകാരനെ കണ്ടിട്ടാണെന്ന് അടുത്ത് നിൽക്കുന്ന ആ പ്രായമുള്ള സ്ത്രീക്ക് മനസ്സിലായി. അവരും കൗതുകത്തോടെ ആ പേരൊന്ന് വായിച്ചു, നീൽഗിരി. ഈ സമയത്താണ് മറ്റൊരു പേര് മൂവ് ചെയ്ത് തുടങ്ങുന്നത്. ഓൾറെഡി ആ ലിസ്റ്റിലുള്ള ഒരു പേരാണ്. ആ പേര് പതുക്കെ മുകളിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യാണ്. ആ പേര് അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ ആ പേരിലേക്ക് വന്നു. അറിയാത്ത ആളുകൾ പറയുകയാണ്, സിന്നർ സിന്നർ സിന്നർ. ഇപ്പൊ കുള്ളനിൽ ഒരു തരംഗമാണല്ലോ. അത് മുകളിലേക്ക് ഓടി എത്തിച്ചേർന്നത് 727 എന്ന് പറയുന്ന നമ്പറിന് നേരെയാണ്. അവിടെ വന്ന് അതങ്ങ് ഉറച്ചു. കുള്ളനിലെ ഏറ്റവും ശക്തരായ യോദ്ധാക്കളിൽ 727 റാങ്കുകാരനായി ഇതാ സിന്നർഗിരി മാറിയിരിക്കുന്നു. അവിടെ കൂടി നിൽക്കുന്ന ആളുകളിൽ 99% ആളുകളും സിന്നർഗിരിയെ കാണാത്തവരാണ്. അവരൊക്കെ സിന്നർഗിരിയെ കുറിച്ചുള്ള കേട്ടറിവുകൾ മാത്രം ജീവിക്കുന്നവരാണ്. സിന്നർ അവിടെ അങ്ങനെ ചെയ്തു, സിന്നർ ഇവിടെ ഇങ്ങനെ ചെയ്തു, സിന്നർ ഒറ്റയ്ക്ക് ബ്ലഡ് അലയൻസിന്റെ ആ സെക്ഷനിലേക്ക് കടന്നു കയറി അവർ മുഴുവൻ ഉന്മൂലനം ചെയ്തു എന്നുള്ള കഥകൾ കുള്ളനിൽ ശരിക്കും പടർന്നു പിടിച്ചിട്ടുണ്ട്. അവിടെ ആ സ്ലാട്ടർ സിറ്റിയിൽ സിന്നറിന്റെ വിജയവും ഇപ്പൊ പുതിയ കഥകളായി ഇറങ്ങുന്നുണ്ട്. സിന്നർ എവിടെയെല്ലാം വന്നിട്ടുണ്ടോ അവിടെയെല്ലാം സിന്നർ ഉന്മൂലനം നടത്തിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ സിന്നർ ആളുകൾക്ക് ഒരു ഭയവും അതേസമയം വല്ലാത്തൊരു ത്രില്ലുമാണ് സൃഷ്ടിക്കുന്നത്. സിന്നറുടെ പേര് കണ്ടതും ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ബെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കുകയാണ്. അടുത്ത ലിസ്റ്റ് വരുമ്പോൾ സിന്നർ എവിടെ എത്തും, അതാണ് ബെറ്റിന്റെ ബേസ് എന്ന് പറയുന്നത്. ഈ സംഭവവികാസങ്ങൾ അവിടെ അങ്ങനെ നടക്കുമ്പോൾ ഹാൻ കുടുംബത്തിലെ ആ പ്രധാന ഹാളിൽ ആ വട്ടമേശയ്ക്ക് ചുറ്റുമായി അതിശക്തരായ സെക്ഷൻ ലീഡേഴ്സ് ഇരിക്കുകയാണ്. സെക്ഷൻ ലീഡേഴ്സോ അല്ലെങ്കിൽ എൽഡേഴ്സോ ആണ് അവിടെ ആ മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നത്. ആ കോൺഫറൻസിന് നേതൃത്വം വഹിക്കുന്നത് ഹാൻ കുടുംബത്തിന്റെ ഫാമിലി ഹെഡാണ്, ഹാൻ ഡാനിയൽ. ഹാൻ ഡാനിയൽ തന്റെ ഇരുഭാഗത്തും ഇരിക്കുന്ന ആളുകളെ ഒന്ന് കൗതുകപൂർവ്വം നോക്കി. അതിനുശേഷം അദ്ദേഹം അവരെല്ലാവരും നോക്കി കൈകൂപ്പുകയാണ്. എല്ലാ എൽഡേഴ്സിനും സെക്ഷൻ മാസ്റ്റേഴ്സിനും ഹാൻ കുടുംബത്തിലേക്ക് സ്വാഗതം. നല്ല മുഴക്കമുള്ള ശബ്ദമാണ് ഈ ഹാൻ ഡാനിയലിൻ്റെത്. ഹാൻ ഡാനിയൽ അങ്ങനെ പറഞ്ഞതും എല്ലാ സെക്ഷൻ മാസ്റ്റേഴ്സും എൽഡേഴ്സും തിരിച്ച് അതുപോലെ തന്നെ അദ്ദേഹത്തെ വണങ്ങി. മോ കുടുംബത്തിന് വേണ്ടി മോ വിഖാൻ അങ്ങയെ വണങ്ങുന്നു. അങ്ങനെ ഓരോ ആളും അവരുടെ പേരും കുടുംബത്തിന്റെ പേരും പറഞ്ഞ് ആ ഹാൻ കുടുംബത്തിന്റെ
ഫാമിലി ഹെഡിനെ വണങ്ങുകയാണ്. ഹാൻ കുടുംബമാണ് ആ മിസ്റ്റിക് വേൾഡിലേക്കുള്ള 100 ആളുകളെയും തീരുമാനിക്കുന്നത്. അവരുടെ ആ പട്ടികയ്ക്കുള്ളിലേക്ക് കയറി പറ്റുക എന്ന് പറഞ്ഞാൽ ലേശം പാടുള്ള കാര്യമാണ്. അതിശക്തരായ യോദ്ധാക്കളെ മാത്രമേ ഹാൻ കുടുംബം സെലക്ട് ചെയ്യാറുള്ളൂ. ഒറിജിൻ കിങ്ങുകാരോ ഡാവോ യുവാൻകാരോ അല്ലെങ്കിൽ സുപ്രീം എംപറർകാരോ ഒക്കെ ആയിരിക്കും സെലക്ട് ചെയ്യപ്പെടുക. ആ ലിസ്റ്റിനകത്ത് കയറിപ്പറ്റാൻ വേണ്ടി ആ കാറ്റഗറിയിലുള്ള ആളുകളുമായിട്ടാണ് ആ സെക്ഷൻകാരെല്ലാം അവിടെ എത്തിയിരിക്കുന്നത്. സ്കൈ മിസ്റ്റർ സെക്ഷന്റെ സെക്ഷൻ മാസ്റ്ററും സ്ഥലത്തുണ്ട്. അവരും ഹാൻ ഡാനിയലിനെ നോക്കി കൈകൂപ്പി അവരുടെ സെക്ഷനെ പരിചയപ്പെടുത്തി. അങ്ങനെ ആ റൗണ്ട് ടേബിളിന്റെ അറ്റത്ത് ഇരിക്കുന്ന ആളിലേക്ക് ആ പരിചയപ്പെടൽ പ്രക്രിയ എത്തിയ ആ നിമിഷത്തിൽ അയാൾ പെട്ടെന്ന് അറിയാതെ ചാടി എണീറ്റ് പോവുകയാണ്. ചാടി എണീറ്റിരിക്കുന്നത് സീവേ കുടുംബത്തിന്റെ എൽഡർ ഫെങ് ചെസ്റ്റർ ആണ്. ഫെങ് ചെസ്റ്റർ മുഖത്ത് വല്ലാത്തൊരു അമ്പരപ്പും ഒരു ടെൻഷനും ഒക്കെ ഉണ്ട്. അയാളുടെ മുഖമാകെ വലിഞ്ഞു മുറുകിയിരിക്കുകയാണ്. അയാളോട് ഹാൻ ഡാനിയൽ ചോദിച്ച ചോദ്യം കേട്ടതും അയാള് ഡാനിയലിനോട് പറഞ്ഞു, എന്റെ സെക്ഷന് വൻ ദുരന്തമുണ്ടായിരിക്കുകയാണ്. ഇവിടേക്ക് ഞാൻ കൊണ്ടുവന്ന മുഴുവൻ ആളുകളും കൊല്ലപ്പെട്ടു. ശരിക്കും ഒരു ബോംബ് വീണാൽ ആളുകൾ അത്രയും ഞെട്ടത്തില്ല. പക്ഷേ ആ ഫെങ് ചെസ്റ്ററുടെ ആ ഡയലോഗ് സകല ആളുകളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിവിറച്ച ആളുകളുടെ കൂട്ടത്തിൽ ഒരാൾ മോ വിഹാനാണ്. മോ വിഹാൻ മോ കുടുംബത്തിൽ നിന്ന് ഈ ഹാൻ കുടുംബത്തിലേക്ക് തിരിക്കുന്ന സമയത്ത് നീലിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒരു കാരണവശാലും പ്രശ്നം ഉണ്ടാക്കരുതെന്നാണ് മോ വിഹാൻ നീലിനോട് പറഞ്ഞത്. നീൽ അതിന് മറുപടിയും കൊടുത്തിരുന്നു. നീല് ആള് നീറ്റാണ്. നീലായിട്ട് ഒരു പ്രശ്നവും ഒരിടത്തും ഉണ്ടാക്കില്ല. അങ്ങനെ നീല് പറഞ്ഞപ്പോ ആ നിമിഷത്തിൽ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയ ആളുകളുടെ കൂട്ടത്തിൽ സാക്ഷൽ ലിങ്ഡൻ ഗ്രേയും ഉണ്ട്. മോർണിംഗും യഥാർത്ഥത്തിൽ ചിരിച്ചു വരുന്നു. പ്രശ്നം ഉണ്ടാക്കില്ലെന്ന് പറയുന്ന നീല് എന്തായാലും പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഒരു ധാരണ മോവിഹാന് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഇവിടെ ഈ സീവേ കുടുംബത്തിലെ ആ കക്ഷി പറഞ്ഞ ഡയലോഗ് കേട്ടപ്പോ വല്ലാത്തൊരു അമ്പരപ്പും ഞെട്ടലും മോവിഹാനുണ്ട്. നീലുമായി ഈ സംഭവത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അയാൾക്ക് അറിയില്ല. പക്ഷെ അയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആരോ അയാളോട് നീലിന് ആ സംഭവവുമായി ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ ഒരു തോന്നൽ, ഒരു ടെൻഷൻ മോവിഹാൻ ഉണ്ടാവുകയാണ്. ആ സമയത്താണ് ഹാൻ കുടുംബത്തിലെ ഡാനിയൽ വീണ്ടും ആ സീവേ കുടുംബത്തിലെ എൽഡർ ഫെങ് ചെസ്റ്ററോട് ചോദിക്കുന്നത്, ഈ ചെസ്റ്റർ താങ്കൾ എന്തായി പറയുന്നത്? ഇത് ഹാൻ ഫാമിലിയുടെ ടെറിറ്ററിയാണ്. ഇവിടെ അങ്ങനെ ഒരാളും കയറി ഒന്നും ചെയ്യില്ല. സെക്ഷൻ മാസ്റ്റർ ഹാൻ ഡാനിയൽ, ഞാൻ ഈ വിഷയത്തിൽ വെറുതെ പറയുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? എന്റെ ആളുകൾ എല്ലാവരും കൊല്ലപ്പെട്ടു. എൽഡർ ഫെങ് ചെസ്റ്റർക്ക് അയാളുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഓറ തിരിച്ചറിയാൻ പറ്റും. അവരെവിടെയുണ്ടെന്ന് കൃത്യമായി അറിയാൻ കഴിയുന്ന ഒരു സിസ്റ്റം അയാളിലുണ്ട്. അല്ലെങ്കിൽ അയാളുടെ ആളുകളുടെ ബ്ലഡ് എസൻസിന്റെ ഒരു ചെറിയ അംശം അയാളുടെ ഉള്ളിൽ സൂക്ഷിക്കുകയാണ്. സ്വാഭാവികമായിട്ടും മറുഭാഗത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ അയാളത് അറിയും. ഏതോ ഒരു സൂത്രവാക്യത്തിലൂടെ അയാൾ കാര്യം അറിഞ്ഞിരിക്കുകയാണ്. ആ സീവേ എൽഡർ ഫെങ് ചെസ്റ്റർ അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞതും ഹാൻ ഡാനിയൽ അമ്പരപ്പോടെ ആ ഡയലോഗ് പറഞ്ഞു പോവുകയാണ്. ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്ക് കൂട്ടു വിശ്വസിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഡാനിയൽ പറഞ്ഞതും ഡാനിയലിന്റെ തൊട്ടടുത്തിരിക്കുന്ന മോവിഹാൻ ആ സീവേ കുടുംബത്തിലെ എൽഡറോട് ചോദിച്ചു, അല്ല നിങ്ങളുടെ യോദ്ധാക്കൾക്ക് അങ്ങനെ സംഭവിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ? അങ്ങനെ സീവേ കുടുംബത്തിലെ ആ എൽഡറോട് വിഹാൻ ചോദിച്ചതും ആ സീവേ കുടുംബത്തിന്റെ ആ എൽഡർ ശരിക്കും ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് അതിവേഗം ഇറങ്ങിയാണ്. അതിനിടയിൽ പുള്ളി പറയുകയും ചെയ്തു, എനിക്ക് അവിടെ വരെ ഒന്ന് പോകണം. അയാൾ അത് പറഞ്ഞതും ഹാൻ ഡാനിയൽ കൂടുതൽ ആളുകളോട് പറഞ്ഞു, നമുക്കും അവിടെ വരെ ചെല്ലാം. ആ എൽഡേഴ്സ് എല്ലാം ശരിക്കും അതിശക്തരാണ്. അതുകൊണ്ട് തന്നെ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ചാടിയിറങ്ങി അവർക്ക് വായുവിലൂടെ അതിവേഗം സഞ്ചരിച്ച് ആ സീവേ കുടുംബക്കാർ താമസിച്ചിരുന്ന ബിൽഡിങ്ങിലെത്താൻ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ശരിക്കും കണ്ണട ചുറക്കുമ്പോൾ അവരവിടെ എത്തിയെന്ന് പറയാം. ആ സംഘം ആ ബിൽഡിങ്ങിന്റെ ഗേറ്റിനടുത്തെത്തുമ്പോൾ തന്നെ അവർ ആ കാഴ്ച കണ്ടിരുന്നു. ഗേറ്റിന്റെ പുറത്ത് 2 ആളുകൾ ഡെഡ് ബോഡികളായി കിടപ്പുണ്ട്. ആ ഗേറ്റ് കാവൽക്കാർ. ആ സീവേ എൽഡർ പറഞ്ഞത് 100% ശരിയാണെന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ആ ഗേറ്റിൽ കിടക്കുന്ന ആ കാവൽക്കാരുടെ ഡെഡ് ബോഡികൾ. ആ സംഘം 2ാമത്തെ നിലയിലേക്ക് ഇരച്ചെത്തുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കാണുന്നത്. അവിടെ തലങ്ങും വിലങ്ങും ഡെഡ് ബോഡികൾ കിടക്കുകയാണ്. ഒരുപാട് ഡെഡ് ബോഡികൾ. 21 യോദ്ധാക്കളിൽ 20 ആളുകളും ഒറിജിൻ കിങ് നിലവാരത്തിലുള്ളവരാണ്. ഒരാളാണെങ്കിൽ ഡാവോ യുവൻ ലെവലിലുമാണ്. അതിശക്തരായ ആ യോദ്ധാക്കളെയാണ് ആരൊക്കെയോ ചേർന്ന് കൊല ചെയ്തിരിക്കുന്നത്. ആ മുറിയിലേക്ക് കടന്ന നിമിഷത്തിൽ തന്നെ ഹാൻ ഡാനിയൽ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. അവിടെ ഒരു കറുത്ത പുകയുടെ സാന്നിധ്യം വളരെ നേർത്തിട്ടാണെങ്കിലും ഉണ്ട്. അത് ശ്രദ്ധിച്ച് ഡാനിയൽ കൂടെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഡീമൺ ഗാങ്ങിന്റെ നെഗറ്റീവ് എനർജിയാണ്. ഡീമൺസ് ഒന്നും ഈ കുല്ലനിൽ ഇപ്പൊ ഇല്ല. അവരൊക്കെ എത്രയോ കാലം മുമ്പ് അവസാനിച്ചതാണ്. പിന്നെ എങ്ങനെ ഈ ഡീമൺ ക്ലാൻസിന്റെ ഗന്ധം ഇവിടെ എത്തും? അതൊരു വല്ലാത്ത ചോദ്യമാണ്. ഡീമൺ ക്ലാൻസിനെ കുറിച്ച് ഡാനിയൽ അങ്ങനെ പറയുമ്പോൾ
ആ സീവേ കുടുംബത്തിലെ എൽഡറുടെ കണ്ണുകൾ അക്ഷരാർത്ഥത്തിൽ അവിടെ തുറന്നിരിക്കുന്ന ആ കൂടുകളിലാണ്. ആ ഹാളിലുള്ള എല്ലാ കൂടുകളും തുറന്നിരിക്കുകയാണ്. സീവേ എൽഡറുടെ നോട്ടം ആ കൂടുകളിലേക്ക് പായുന്നത് സ്വാഭാവികമായിട്ടും മോ വിഹാന്റെ ശ്രദ്ധയിൽ പെടുകയും ചെയ്തു. വിഹാൻ ഉടനെ ആ സീവേ എൽഡറോട് ചോദിച്ചു, ഏയ് മിസ്റ്റർ ചെസ്റ്റർ, എന്താ ഇത്? എന്തിനാ ഈ കൂടുകൾ? ആ തുറന്നിരിക്കുന്ന കൂടുകളും അവിടെ മരിച്ച ആളുകളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് വിഹാന് തോന്നിയത് കൊണ്ടാണ് വിഹാൻ ആ ചോദ്യം ചോദിച്ചത്. പെട്ടെന്നുള്ള വിഹാന്റെ ചോദ്യം എൽഡർ ഫെൻ ചെസ്റ്ററെ ഒന്ന് ഞെട്ടിച്ചെങ്കിലും ചെസ്റ്റർ പെട്ടെന്ന് ആ ഞെട്ടൽ മറച്ചുകൊണ്ട് വിഹാനോട് പറഞ്ഞു, ഓ അതോ, അത് ഞങ്ങളുടെ പെറ്റികൾക്ക് വേണ്ടി ഞങ്ങള് സൂക്ഷിക്കുന്ന കൂടുകളാണ്. ഞങ്ങളുടെ യോദ്ധാക്കൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ യോദ്ധാക്കളെ കിട്ടാതെ വരുമ്പോൾ ഈ പെറ്റികളുമായിട്ടാണ് പ്രാക്ടീസ് ചെയ്യുക. തികച്ചും വിചിത്രമായ ഒരു ഡയലോഗാണ് വിഹാനോട് ആ സമയത്ത് ആ എൽഡർ ഫെൻ പറഞ്ഞത്. വിഹാൻ അതുമായി കണക്ട് ചെയ്തുകൊണ്ട് അടുത്ത ചോദ്യം ചോദിക്കാൻ പോയതും ഡാനിയൽ വിഹാനെ തടുത്തു. നമ്മള് ഇവിടെ ഇങ്ങനെ സംസാരിച്ചു നിന്നിട്ട് കാര്യമില്ല. നമുക്ക് ഈ കുറ്റം ചെയ്തവരെ അതിവേഗം കണ്ടുപിടിക്കണം. ഇവിടുന്ന് അധികം ദൂരേക്ക് ആ കുറ്റം ചെയ്ത ടീം പോയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഹാൻ കുടുംബത്തിന്റെ ടെറിട്ടറിയിൽ ഇത് അനുവദിക്കാനാവില്ല. അകത്ത് 21 ആളുകളും പുറത്ത് 2 ആളുകളും ചേർത്ത് 23 ആളുകളാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഒരു കൂട്ടക്കൊലയാണ് നടന്നിരിക്കുന്നത്. ആ കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ ശരിക്കും ഭയം ജനിപ്പിക്കുന്നതാണ്. ആളുകളെ 2ആയി കീറി മുറിച്ചിട്ടുണ്ട്, ആളുകൾ നെഞ്ച് കുത്തിപ്പൊടന്നിട്ടുണ്ട്, കഴുത്ത് കട്ട് ചെയ്തിട്ടുണ്ട്. പല ശൈലിയിലും അവിടെ ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ചിലരേക്കും വലിച്ചു കീറിയിരിക്കുകയാണ്. ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ വലിച്ചു കീറാൻ പറ്റൂ? ലിറ്റിൽ ഗോൾഡിന്റെ ആ മാസ്മരിക പ്രഹരമേറ്റ ബോഡികളിൽ ഭാരതത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. ലിറ്റിൽ ഗോൾഡ് എന്ന കഥാപാത്രത്തെ കുറിച്ച് ആ കൂട്ടുകാർക്ക് അറിയില്ലാത്തത് കൊണ്ട് തന്നെ അതൊക്കെ വളരെ മൃഗീയമായ രീതിയിൽ ഇതാളുകൾ ചെയ്തത് ആണെന്നുള്ള ഒരു ധാരണയിലേക്കാണ് അവർ കടന്നിരിക്കുന്നത്. ആ ടീം അതിവേഗം പുറത്തേക്ക് ഇറങ്ങി. ഈ സമയത്ത് നീലും ജീലിനും ലിറ്റിൽ ഗോൾഡും ആ കുട്ടികളെ കൊണ്ട് അതിവേഗം മൂവ് ചെയ്യാണ്. എവിടേക്കാണ് പോകേണ്ടതെന്ന് ശരിക്കും നീലിന് അറിയില്ല എന്നാണ് സത്യം. ഹാൻ കുടുംബത്തിലെ മോ ഫാമിലിയുടെ ആ ഷെൽട്ടർ ഹോമിലേക്ക് തൽക്കാലം അവരെ കൊണ്ടുപോകാം. അങ്ങനെ തോന്നിയതും നീല് ജീലിനുമായി ആ വഴിയിലേക്ക് നീങ്ങിയ ആ സമയത്താണ് അമ്പരപ്പിക്കുന്ന വേഗതയിൽ അവരുടെ വഴി തടഞ്ഞുകൊണ്ട് ഏകദേശം 1 ഡസനോളം ആളുകൾ പറന്ന് ഇറങ്ങുന്നത്. ആ സീവേ കുടുംബം താമസിച്ചിരുന്ന ആ ബിൽഡിങ്ങിന്റെ 2ാമത്തെ നിലയിൽ നിന്ന് ആ ടീം അതിവേഗതയിൽ വായുവിലൂടെ നീങ്ങി നീൽഗിരിയെയും സംഘത്തെയും വഴിക്ക് വെച്ച് തടഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. ആ ടീമിന്റെ ശക്തി അവരവിടെ ലാൻഡ് ചെയ്ത സമയത്ത് തന്നെ ലിറ്റിൽ ഗോൾഡ് മനസ്സിലായി. ഒരു ഭാഗത്ത് ലിറ്റിൽ ഗോൾഡും മറുഭാഗത്ത് ജീലിനും നീലിന്റെ ഷർട്ടിലേക്ക് പിടിച്ചു. ലിറ്റിൽ ഗോൾഡ് നീലോട് പറയുകയും ചെയ്തു, മാസ്റ്റർ, എതിരാളികൾ ശരിക്കും ശക്തരാണ്. ഈ സമയത്ത് മറുഭാഗത്ത് ജീലിൻ നീലിന്റെ ബോഡിയോട് ചേർന്ന് നിന്ന് ജീലോട് പറയുകയാണ്, നീൽ, നമ്മളിനി എന്ത് ചെയ്യും? അവളുടെ തൊട്ടുപുറകെ ആ പെൺകുട്ടികളുമുണ്ട്. ആ കുട്ടികളും ഭയന്നിരിക്കുകയാണ്. അതിന്റെ കാരണം അവരുടെ ആ വഴി തടഞ്ഞ് നിൽക്കുന്ന ആളുകളുടെ ഏറ്റവും മുന്നിൽ കാണുന്ന ആളാണ്. അയാള് ആ സി സെക്ഷന്റെ എൽഡർ ഫെൻ ചെസ്റ്ററാണ്. ഫെൻ ചെസ്റ്ററെ ആ കുട്ടികൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടികൾക്ക് വളരെ ഭയം ഉണ്ടാവുന്നത്. നീല് ജീലിനോട് പറഞ്ഞു, ജീലിൻ, ട്രസ്റ്റ് മീ, നീ ആ കുട്ടികൾ നോക്കിക്കോ. അങ്ങനെ ജീലിനോട് നീല് പറഞ്ഞതും ജീലിൻ ആ കുട്ടികളെ പുറകോട്ട് നീക്കി അവരുടെ മുന്നിലായി നിലയുറപ്പിച്ചു. ആ കുട്ടികൾ ശരിക്കും ഭയന്ന് ജീലിന്റെ പുറകിൽ ഒളിച്ചു നിൽക്കുകയാണ്. ആ കുട്ടികൾ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി എന്ന് സ്വയം കരുതുമ്പോഴാണ് ഇതാ വീണ്ടും പിടിക്കപ്പെടാനുള്ള സാധ്യതയിലേക്ക് കടന്നു വരുന്നത്. നീലിനെ കണ്ടതും ആ സീവേ കുടുംബത്തിന്റെ എൽഡർ ഫെൻ ചെസ്റ്റർ നീലിനോട് ചോദിച്ചു, നീയാണോ സീവേ കുടുംബത്തിലെ ആളുകളെ കൊന്നത്? ആ ചോദ്യം സീവേ കുടുംബത്തിലെ ആ എൽഡർ ചോദിക്കുമ്പോൾ ആ സമയത്ത് ലാൻഡ് ചെയ്ത മോ വിഹാന്റെ മുഖം ശരിക്കും വിളറിയിട്ടുണ്ട്. ഈ കേസ് നീലുമായി കണക്റ്റഡ് ആവരുതേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ സി കുടുംബത്തിൽ നിന്ന് ഡാനിയലിനൊപ്പം വിഹാനും പറന്നിറങ്ങിയത്. പക്ഷേ അയാളുടെ പ്രാർത്ഥന ഫലിച്ചില്ല എന്നേ പറയാൻ പറ്റൂ. ആരെയാണോ താൻ ഈ രംഗത്ത് കാണാൻ പാടില്ലാത്തത് ആ ആള് തന്നെയാണ് ആ രംഗത്തുള്ളത്. സാക്ഷാൽ നീൽഗിരി. അമ്പരപ്പോടെ മോ വിഹാൻ നീലിനെ അങ്ങനെ നോക്കുമ്പോൾ നീലിന്റെ മറുപടിയും അവൾ കേട്ടു, അതെ, ഞാനാ അവരെ കൊന്നത്. ഉത്തരം വ്യക്തമാണ്. ഒരു തരത്തിലുള്ള സംശയത്തിനും ഇട നൽകാത്ത വിധത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നീൽഗിരി മറുപടി പറഞ്ഞിരിക്കുകയാണ്. നീലിനെയും കൂട്ടരെയും ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആ വഴിയിൽ നിൽക്കുന്ന ആ ആളുകളൊക്കെയും അതിശക്തരാണ്. ആ ശക്തർ അങ്ങനെ നിരന്ന് നിൽക്കുമ്പോൾ ആരും മറുപടി പറയാൻ രണ്ടാമതൊന്ന് ആലോചിക്കും. സി ഫാമിലിയിലെ 23 ആളുകളെ കൂട്ടക്കൊല ചെയ്ത വ്യക്തി താനാണെന്ന് പറയാൻ ആ ചെറുപ്പക്കാരന് ഒരു മടിയുമില്ല. ആളുകൾ അങ്ങനെ ആലോചിക്കുമ്പോഴേക്കും ആ ചെസ്റ്റർ മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞു. മുന്നോട്ട് കുതിക്കുന്ന ചെസ്റ്ററുടെ കയ്യിൽ ആ വാളുമുണ്ട്. അയാള് ഒറ്റവെട്ടിന് നീൽഗിരിയെ അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്.
മോ വിഹാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോ ചെസ്റ്റ് കുതിച്ചു കഴിഞ്ഞിരുന്നു എന്നാണ് സത്യം. വിഹാന് ചെസ്റ്റ് തടയാൻ പറ്റും മുമ്പ് ചെസ്റ്റ് നീലിന്റെ തൊട്ടു മുന്നിൽ എത്തിക്കഴിഞ്ഞു. അവിടെ എത്തിയെന്ന് മാത്രമല്ല, അയാള് ആ വാളുകൊണ്ട് നീലിനെ ആഞ്ഞ് വെട്ടുകയും ചെയ്തു. ഈ കാഴ്ച കണ്ട ജീലൻ നീൽഗിരി എന്ന് വിളിക്കുമ്പോൾ തന്നെ നീലിന്റെ കയ്യിൽ ആ സ്പീർ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ആ സ്പീർ ആ പാഞ്ഞു വരുന്ന കുന്തത്തിലേക്ക് നീലൊന്ന് ചേർത്തതും അവിടെ ശരിക്കും ഒരു സ്പാർക്ക് ഉണ്ടാവുകയാണ്. ആ കുന്തവും ഫെങ് ചെസ്റ്റുടെ ആ വാളും തമ്മിൽ കൂട്ടുമുട്ടിയ ആ സ്പോട്ടിൽ ശരിക്കും തീപ്പൊരികൾ ചിതറി. ഒരു സ്ഫോടനം തന്നെ അവിടെ ഉണ്ടായെന്ന് പറയാം. ചെസ്റ്റുടെ അതിശക്തമായ പ്രഹരത്തിൽ പക്ഷെ നീൽഗിരി പുറകോട്ട് തെറിച്ചു. ഏകദേശം ഒരു 10 അടിയെങ്കിലും നീല് പുറകോട്ട് നീങ്ങിക്കാണ്. പുറകോട്ട് നീങ്ങിയ നീല് ആ കുന്തം തറയിൽ കുത്തി അങ്ങനെ നിൽക്കുകയാണ്. നീലിന്റെ അവസ്ഥയിൽ ശരിക്കും വല്ലാത്തൊരു വിഷമമുണ്ട് വിഹാന്. വിഹാൻ അമ്പരപ്പോടെ നീലിനെ നോക്കുമ്പോൾ പലരുടെയും നോട്ടം നീലിൽ നിന്ന് സാവധാനം ചെസ്റ്ററിലേക്ക് വരികയാണ്. ചെസ്റ്ററിലേക്ക് ആ നോട്ടം എത്തുമ്പോൾ അവർക്കൊക്കെ വല്ലാത്തൊരു അതിശയം. ചെസ്റ്ററുടെ ആ വാള് കഷ്ണം കഷ്ണമായി ചിതറി താഴേക്ക് വീഴുന്ന ഒരു കാഴ്ചയാണ് അവർ കണ്ടത്. അതോടൊപ്പം അവിശ്വസനമായ ശൈലിയിൽ അയാളുടെ കൈയും ഒടിയുകയാണ്. ചെസ്റ്റർ അമ്പരപ്പോടെ അയാളുടെ കയ്യിലേക്ക് നോക്കി. ചെസ്റ്റർ മാത്രമല്ല, ഡാനിയൽ ഉൾപ്പെടെയുള്ള ആളുകളും ആ കൈയിലേക്ക് അങ്ങനെ നോക്കി പോവുകയാണ്. ചെസ്റ്ററുടെ കൈ അങ്ങനെ പൊട്ടി പൊട്ടി മുകളിലേക്ക് കയറി അയാളുടെ ബോഡിയിലേക്ക് എത്തുമെന്ന് തോന്നിയതും ചെസ്റ്റർ തന്റെ ഇടത് കൈ കൊണ്ട് ആ വലത് കയ്യിൽ പിടിച്ച് ഒരൊറ്റ വലി. ആ നിമിഷത്തിൽ ആ കൈ ആ പിടിച്ച ഭാഗം വെച്ച് ഒടിഞ്ഞ് താഴെ വീഴുകയാണ്. അയാളൊരു സുപ്രീം എംപറർ ലെവലിലെ യോദ്ധാവാണ്. ആ ഒടിഞ്ഞുപോയ കൈ ശരിയാക്കാൻ അയാൾക്ക് അറിയാം. സുപ്രീം എംപറർ ലെവലിലേക്ക് കടന്നാൽ അതൊന്നും പിന്നെ വിഷയമല്ല. പക്ഷെ ആ കൈ ഒടിയുന്ന പ്രക്രിയ അയാൾ അനുവദിച്ചാൽ മുകളിലേക്ക് കയറി അയാളുടെ ബോഡി ആ ഒടിച്ചിൽ പ്രക്രിയ ബാധിക്കുമെന്ന് വ്യക്തമാണ്. അയാളെ കൈ താഴേക്ക് വലിച്ചിടുമ്പോൾ ആ കാഴ്ചയിലേക്ക് നോക്കിയ ആളുകൾ അടുത്ത നിമിഷത്തിൽ അറിയാതെ നീലിന്റെ അടുത്തേക്ക് നോട്ടം മാറ്റുകയാണ്. അവിടെ നോട്ടം നീൽഗിരിയിൽ നിന്ന് നീലിന്റെ കയ്യിലിരിക്കുന്ന ആ കുന്തത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറി. ആ കുന്തത്തിന്റെ അറ്റത്ത് ഒരു നീല പ്രകാശമുണ്ട്. ആ കുന്തത്തിലേക്ക് തന്നെയാണ് എല്ലാവരുടെയും നോട്ടം. ആ കുന്തമാണ് ആ കളിയുടെ ഗതി ആകെ മാറ്റിയത്. ആ കാര്യം അവിടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. മോ വിഹാന് അല്പം ഒരു ആശ്വാസം ഉണ്ടായി. നീലിന് ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഇപ്പോഴും ടെൻഷന്റെ ആ നിമിഷങ്ങൾ കടന്നുപോയിട്ടില്ലെന്നും വിഹാൻ അറിയാം. വിഹാൻ ഉറക്കെ ചെസ്റ്ററോട് ചോദിച്ചു, ചെസ്റ്റർ, സംസാരിച്ച് തീർക്കേണ്ട കാര്യമാണെങ്കിൽ സംസാരിച്ച് തീർക്കാൻ നോക്കണം. വെറുതെ പ്രശ്നം വലുതാക്കേണ്ട കാര്യമില്ല. വിഹാൻ, ഇവൻ കൊന്നത് എന്റെ കുടുംബത്തിലെ 23 ആളുകളെയാണ്. ഇവനൊരു ചെകുത്താനാണ്. ഇവൻ ഡീമൻ സന്തതിയാണ്. കണ്ടില്ലേ അവനിരിക്കുന്ന ആ സ്പിയർ, അതിലെ ആ ഓറ, അത് ഡീമൻ ഓറയാണ്. ഇവൻ ഇനി വളരാൻ പാടില്ല. ഇവനെ ഇപ്പം അവസാനിപ്പിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ അയാളുടെ ഇടത് കൈ ഒന്ന് അനക്കിയതും ആ കൈയിലേക്ക് ഒരു നീലപ്രകാശം വരികയാണ്. ആ നീലപ്രകാശം അയാളുടെ കയ്യിൽ വന്നതും ആ പ്രകാശത്തിന്റെ ഓറ അങ്ങ് വലുതായി വരികയാണ്. ആ പ്രകാശത്തിന് നീൽഗിരിയെ പോലുള്ള ഒരാളെ നിഷ്പ്രയാസം ഇല്ലാതാക്കാൻ പറ്റും. ആ പ്രകാശം നീലിന്റെ പുറത്ത് പതിച്ചാൽ നീൽഗിരി ഒരു ഓർമ്മ മാത്രമാകും. അത് മനസ്സിലാക്കിയ വിഹാൻ ആ പ്രശ്നത്തിൽ ഇടപെടാനായി മുന്നോട്ട് കുതിക്കാൻ പോയതും അടുത്ത് നിൽക്കുന്ന ഡാനിയൽ വിഹാന്റെ ഷോൾഡറിൽ ഒന്ന് പിടിച്ചു. വിഹാൻ, അത് വേണ്ട. അത് അവർ തമ്മിലുള്ള പ്രശ്നമാണ്. അത് അവർ തമ്മിൽ തീർക്കട്ടെ. നമ്മൾ ആരെങ്കിലും ഇടപെട്ടാൽ പ്രശ്നം വല്ലാതെ വലുതാകും. 2 വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നത്തിനിടയിലേക്ക് മോ കുടുംബം കൂടി കയറി വന്നാൽ അത് സിവി കുടുംബവും മോ കുടുംബവും തമ്മിലുള്ള ഒരു ഫൈറ്റായി മാറും. സ്വാഭാവികമായിട്ടും ആ 2 കുടുംബങ്ങളോടും കണക്ഷനുള്ള ആളുകൾ 2 ഭാഗത്തേക്ക് വരേണ്ടി വരും. അത് പിന്നെ കൂട്ട അടിയാവും. സെക്ഷനുകൾ തമ്മിലുള്ള യുദ്ധങ്ങളായി മാറുകയും ചെയ്യും. അതറിയാവുന്ന ഡാനിയൽ അതുകൊണ്ടാ വിഹാനെ തടുത്തത്. വിഹാനും കഥ അറിയാം. പക്ഷേ വിഹാന് നീലിനെ രക്ഷിക്കണമെന്നുണ്ട്. ഡാനിയൽ പക്ഷേ വിഹാന്റെ പുറത്ത് പിടിച്ചിരിക്കുന്ന ആ സമയത്ത് ഇടപെടാനും പറ്റില്ല. ഡാനിയൽ അല്പനേരം വിഹാന്റെ പുറത്ത് പിടിച്ചിട്ട് കയ്യങ്ങെടുത്തു. അയാൾക്കറിയാം ഇനി വിഹാൻ ഇടപെടില്ല. ഈ സമയമെല്ലാം ആ ഫെങ് ചെസ്റ്റിന്റെ കയ്യിലെ ആ പ്രകാശം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു വലിയ നീല ഗോളമായി ആ പ്രകാശത്തെ അയാൾ വളർത്തിയെടുക്കുകയാണ്. നീൽഗിരി ആ കാഴ്ച കാണുന്നുണ്ട്. നീൽ അറിയാം ഇനി എന്താണ് വേണ്ടതെന്ന്. നീല് ആ സ്പിയർ പിൻവലിച്ചു. ആ സ്പിയർ ഉപയോഗിച്ചുള്ള അറ്റാക്ക് തൽക്കാലം വേണ്ട, ഇവിടെ വേറെ ടെക്നിക്ക് എടുക്കാമെന്നുള്ള ഒരു ധാരണ നീലിനുണ്ടായിട്ടുണ്ട്. നീല് സംസാര ഗ്രേവി യാർഡിനകത്തുനിന്ന് ആരുടെ ശ്രദ്ധപ്പെടാതെ ആ സൂചി എടുക്കാൻ പോയ ആ നിമിഷത്തിലാണ് നീലിന്റെ തൊട്ടു മുന്നിലേക്ക് സാക്ഷൽ മോർണിംഗ് ഓടിക്കയറുന്നത്. മോ കുടുംബത്തിൽ നിന്ന് മോർണിംഗിന്റെ പിതാവ് ആ മീറ്റിംഗിന് പോയ സമയത്ത് മോർണിംഗും റൂഫങ്ങും ആ സംഘത്തെ അനുഗമിച്ചിരുന്നു. അച്ഛനെ അനുഗമിക്കാതെ മോ കുടുംബത്തിൽ തന്നെ തങ്ങിയായിരുന്നു. പക്ഷെ ഇപ്പോ അവിടെ ആ ഹാൻ കുടുംബത്തിന്റെ വസതിയിൽ നിന്ന് വിവരങ്ങൾ
സകല സെക്ഷനിലേക്കും അറിഞ്ഞിരിക്കുകയാണ്. വിവരം അറിഞ്ഞതും മോർണിംഗ് തറ തൊടാതെ അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. സീവേ സെക്ഷൻ താമസിക്കുന്ന സ്ഥലത്ത് ഒരു സംഭവം ഉണ്ടായെന്നും ആ സംഭവം വളരെ വളരെ ഗുരുതരമാണെന്നും ഒക്കെ ഉള്ള വിവരം മോർണിംഗിന് അറിയാം. അവൾ പാഞ്ഞു വരുമ്പോൾ അവളുടെ മനസ്സിൽ ആ ചിന്തയാണ് ഉണ്ടായിരുന്നത്, ആ സംഭവങ്ങളും നീൽഗിരിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അവൾ അങ്ങനെ ആലോചിച്ചുകൊണ്ട് അവിടേക്ക് പാഞ്ഞു വരുമ്പോഴാണ് ശരിക്കും ആ നീല പ്രകാശം ജ്വലിപ്പിക്കുന്ന സീവേ കുടുംബത്തിന്റെ ആ എൽഡറെ അവൾ കാണുന്നത്. കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായതുകൊണ്ടാണ് അവൾ പെട്ടെന്ന് നീലിന്റെ മുന്നിലേക്ക് കയറിയത്. അത് കണ്ടത് നീൽ അവളോട് ചോദിച്ചു, മോർണിംഗ് നീ എന്തായി കാണിക്കുന്നത്? മാറി നിൽക്ക്. അവള് തിരിഞ്ഞ് നീലിനെ നോക്കി കണ്ണുകൊണ്ട് ഒരു ആക്ഷൻ കാണിച്ചു. നീൽ മിണ്ടാതിരിക്കുക, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ അച്ഛൻ എന്തായാലും ഇടപെടും. നീലിന് വേണ്ടി ഇടപെടാൻ ചിലപ്പോ മോ കുടുംബത്തിന്റെ ആ സെക്ഷൻ മാസ്റ്റർ മോ വിഹാനെ കഴിഞ്ഞില്ല എങ്കിലും സ്വന്തം മകൾ അവിടെ നിൽക്കുമ്പോൾ ഇടപെടാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് മോർണിംഗിന്റെ വളരെ വളരെ റിസ്ക് പിടിച്ച ഒരു വളഞ്ഞ കാൽക്കുലേഷനാണ്. അവളെ മുന്നിൽ നിൽക്കുന്നത് ശ്രദ്ധിക്കാതെ ഈ സമയത്ത് ആ എൽഡർ ഫെൻ ചെസ്റ്റർ അയാളുടെ ആ നീലപ്രകാശത്തെ അതിശക്തമായി നീലിന് നേരെ ഒറ്റ പായിക്കൽ. ശരിക്കും അയാൾ ഒരു പന്ത് എറിയും പോലെ ആ പ്രകാശത്തെ മുന്നോട്ട് പായിച്ചതും ഡാനിയലിന്റെ അടുത്ത് നിൽക്കേരുന്ന സാക്ഷാൽ മോ വിഹാൻ കുതിച്ചതും ഒരേ നിമിഷത്തിലാണ്. അയാൾക്കറിയാം ആ പ്രകാശം മോർണിംഗിന്റെ പുറത്തു തട്ടിയാൽ മോർണിംഗ് എന്നേക്കുമായി അവസാനിക്കുമെന്ന്. അതിവേഗം കുതിച്ച വിഹാൻ നിമിഷ നേരം കൊണ്ട് മോർണിംഗിന്റെ മുന്നിലെത്തുകയും അയാളുടെ വലത് കൈ കൊണ്ട് ശക്തമായി ഒന്ന് പ്രസ് ചെയ്യുകയും ചെയ്തു. ആ സമയത്ത് അയാളുടെ വലത് കൈയിൽ നിന്ന് വെളുത്ത നിറത്തിലുള്ള ഒരു പ്രകാശ ഗോളം മുന്നോട്ട് കുതിക്കുകയാണ്. ആ പ്രകാശ ഗോളം ചെസ്റ്ററുടെ ആ നീല ഗോളവുമായി അന്തരീക്ഷത്തിൽ കൂട്ടിയിടിച്ചതും ആ വൈറ്റ് ഗോളം ആ നീലപ്രകാശത്തെ പൂർണ്ണമായും അപ്രത്യക്ഷമാക്കുകയും ചെസ്റ്ററെ എടുത്ത് പുറകോട്ട് എറിയുകയും ചെയ്തു. ചെസ്റ്റർ ഏതാണ്ട് 10-20 അടി പുറകോട്ട് തെറിച്ചു വീണു. തെറിക്കുന്ന സമയത്ത് തന്നെ സോമർസാൾട്ട് ചെയ്ത ചെസ്റ്റർ ശരിക്കും 2 കാലിൽ തന്നെ തറയിൽ നിൽക്കുകയും ചെയ്തു. ചെസ്റ്റർ അമ്പരപ്പോടെ വിഹാനോട് ചോദിച്ചു, വിഹാൻ എന്തായി കാണിച്ചത്? ഞാൻ അവരെ കൊല്ലാൻ പോവുകയായിരുന്നു. അതിന് മറുപടിയായി ചെസ്റ്ററോട് വിഹാൻ പറഞ്ഞു, ഇത് എന്റെ മകൾ മോർണിംഗ് ആണ്. മോർണിംഗിനെ തൊടാൻ ഞാൻ ഒരാളെയും അനുവദിക്കത്തില്ല. അത് കണ്ടതും ഡാനിയലോടായി ചെസ്റ്റർ ചോദിച്ചു, സീനിയർ അങ്ങനെ കാണുന്നില്ലേ? ചെസ്റ്റർ മോർണിംഗിനെ രക്ഷിക്കാൻ ഉറപ്പായും വിഹാന് ബാധ്യതയുണ്ട്. അവിടെ ഞാൻ ഇടപെടുന്നത് ശരിയല്ല. ഡാനിയൽ ആ ഡയലോഗ് വളരെ വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ ഈ സമയത്ത് ചെസ്റ്ററുടെ കൂടെയുള്ള ആളുകൾ, ചെസ്റ്ററോട് താല്പര്യമുള്ള ആളുകളിൽ ഒരാൾ ഉടൻ ഒരു അഭിപ്രായം പറഞ്ഞു, നോക്ക്, ഇവിടെ മോ കുടുംബത്തിന്റെ ഇടപെടൽ ഒരിക്കലും അനുവദിക്കാൻ കഴിയുന്ന ഒന്നല്ല. ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു സ്ഫിയർ ഉണ്ട്. ആ സ്ഫിയർ ഒരു ഡീമൺ സ്ഫിയർ ആണ്. ശരിക്കും അതിൽ ഡീമൺ ഊർജമുണ്ട്. ആ ഡീമൺ ഊർജത്തിന്റെ ശക്തി നമ്മൾ കണ്ടതാണ്. ആ ഡീമൺ ശക്തിയുള്ള ആ ആയുധത്തെ നമ്മൾ ആ ചെറുപ്പക്കാരന് നൽകുന്നത് ശരിയല്ല. അയാൾ ആ പറഞ്ഞ വാചകം വലത്തൊരു വാചകമാണ്. നീൽഗിരി ശക്തനാണ്, ആനയാണ്, ചേനയാണെന്നൊക്കെ പറയാം. പക്ഷെ അയാളെക്കാൾ ശക്തരായ ഒരുപാട് ആളുകൾ ഉള്ളപ്പോൾ അവരുടെ കൈവച്ച് ഭരിക്കേണ്ട ആ ആയുധം എങ്ങനെയാ അവരെക്കാൾ ശക്തി കുറഞ്ഞ ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഇരിക്കും? അത് ശരിയല്ല. ആ ശരികേട് മാറ്റാൻ ആ ചെറുപ്പക്കാരനെ അങ്ങനെ കൊല്ലണം. അതാണ് ആ വ്യക്തിയുടെ അഭിപ്രായം. അയാൾ പറഞ്ഞത് കേട്ടതും ഹാൻ ഡാനിയൽ ഉറക്കെ പറഞ്ഞു, അതെ അതെ, അതിനകത്തൊരു ശരിയുണ്ട്. നമ്മൾ ഇത്രയും എൽഡേഴ്സ് ഇവിടെ ഉള്ളപ്പോൾ ഇതുപോലുള്ള ഒരു ഡിവൈൻ ആയുധം ഇവരെ പോലുള്ള ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു ശരികേട് തന്നെയാണ്. ആ ശരികേട് നമുക്ക് അങ്ങ് മാറ്റാം. ഹാൻ കുടുംബത്തിലെ ആ ഡാനിയലിന്റെ ആ ഡയലോഗിന് അവിടെ വല്ലാത്തൊരു പ്രസക്തിയുണ്ട്. അയാളുടെ ഏരിയയിലാണല്ലോ ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത്. അയാൾ ആ ഡയലോഗ് പറഞ്ഞിട്ട് മോ കുടുംബത്തിലെ വിഹാനോട് പറഞ്ഞു, വിഹാൻ, ഈ വിഷയത്തിൽ ഇനി നിങ്ങൾ ഇടപെടരുത്. മോ കുടുംബവും ഹാൻ കുടുംബവും തമ്മിൽ നല്ല അടുപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഹാൻ കുടുംബത്തിലെ ആ കാരണവർ ആ ഡയലോഗ് പറയുമ്പോൾ മോ വിഹാൻ ശരിക്കും പ്രതിസന്ധിയിലായി. ഈ സമയത്താണ് അവിടെ റൂഫങ് ഓടിയെത്തുന്നത്. റൂഫങ്ങിനെ കണ്ടതും വിഹാൻ റൂഫങ്ങിനോട് പറഞ്ഞു, നീ മോർണിംഗിനെ ഒന്ന് പിടിച്ചോ, ഒരു കാരണവശാലും ഈ വിഷയത്തിൽ അവൾ ഇനി ഇടപെടരുത്. മോർണിംഗിന് എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ റൂഫങ് അവളെ പിടിച്ചെങ്കിൽ മാറ്റി. റൂഫങ്ങിന്റെ ആ ശക്തി മോർണിംഗിനെ തടക്കാൻ പറ്റുന്നതല്ല. മോർണിംഗിനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന റൂഫങ് മോർണിംഗിനോട് പറയുകയും ചെയ്തു, മോർണിംഗ്, നീ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കുക. ഇതിപ്പോ നമ്മൾ വിചാരിച്ചാൽ തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. പ്രശ്നം കൈവിട്ടു പോയിരിക്കുകയാണ്. ആ യാഥാർത്ഥ്യം മനസ്സിലായതും വിഹാൻ മനസ്സോടെ തിരിഞ്ഞു നടക്കുമ്പോൾ നീലിനോട് പറഞ്ഞു, നീൽ, സോറി, എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. അയാളുടെ ആ ഫാമിലിയെ കൂടി ഒന്ന് നോക്കണം. നീലിന് വേണ്ടി മോ കുടുംബത്തെ മുഴുവൻ ബലി കൊടുക്കാൻ അയാൾ ശ്രമിച്ചാൽ നാളെ അത് ഒരുപാട് പേരുദോഷം ഉണ്ടാക്കും. അയാൾക്ക് നീലും മോ കുടുംബം എന്നുള്ള ബന്ധം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ഒത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. ചിലപ്പോൾ അയാൾ ബുദ്ധിമുട്ടിയാലും തെളിയിക്കാൻ പറ്റാതെ വരും. പണ്ട്
ഏതോ കാലത്തും ജീവിച്ചിരുന്ന കാരണവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് നീല് അയാളുമായി ഒരു ബന്ധം ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ വാസ്തവമാണോ എന്നൊന്നും അറിയില്ല. കാരണവരുടെ കാലത്തുള്ള ഒരു ലോക്കറ്റാണ് ആകെയുള്ള തെളിവ്. പിന്നെ ആ കാരണവരുടെ കാലത്ത് ഉണ്ടായിരുന്ന ചില ഫൈറ്റിംഗ് ഐഡിയാസ് നീൽഗിരി യുദ്ധത്തിൽ ഉപയോഗിക്കുന്നുള്ളത് മറ്റൊരു കാര്യം. അതൊക്കെ തികച്ചും ആകസ്മികമായിട്ടും ആ ചെറുപ്പക്കാരന് കിട്ടാം. ഒരു നിധി പോലെ അയാൾക്ക് അതൊക്കെ കിട്ടിയതുമാകാം. അങ്ങനെയാണെങ്കിൽ ആ ചെറുപ്പക്കാരന് വേണ്ടി മോ കുടുംബത്തെ മുഴുവൻ ബലി കൊടുക്കുന്നത് മണ്ടത്തരമാണ്. മോ വിഹാൻ അയാളുടെ മനസ്സിനെ ശരിക്കും പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അയാളുടെ ഉള്ളിൽ ഒരു വിങ്ങലുണ്ട്. അയാൾക്ക് തീരെ ഇഷ്ടമല്ല നീലിനെ അങ്ങനെ വിട്ടുകൊടുക്കുന്നത്. നീല് അയാളുടെ കുടുംബവുമായി എങ്ങനെയോ കണക്റ്റഡ് ആണെന്ന് അയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ട്. പക്ഷെ സാഹചര്യം അയാൾക്കെതിരാണ്. വിഹാൻ തിരിഞ്ഞു നടക്കുമ്പോൾ ഹാൻ കുടുംബത്തിലെ ആ കാരണവർ ഡാനിയൽ അയാളുടെ കൈയൊന്നനക്കി. അയാളൊരു സംഭവമാണെന്ന് ആ കൈയനക്കൽ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഈ ലിറ്റിൽ ഗോൾഡിനും ജി ലിനിനും കൂടുതലുള്ള പെൺകുട്ടികൾക്കൊക്കെ മനസ്സിലാകുന്നത്. അയാൾ കൈയൊന്നനക്കിയതും ശരിക്കും ആകാശത്ത് നിന്ന് ഒരു സാധനം പൊട്ടി വീഴുകയാണ്. ഒരു കേജാണ് പൊട്ടി വീണത്. ഒരു എനർജി ബാരിയർ കൊണ്ട് ഉണ്ടാക്കിയതുപോലുള്ള ഒരു കേജ്. പക്ഷേ തൊട്ടു നോക്കുമ്പോൾ കമ്പിയാണെന്ന് തോന്നുന്ന ഒരു സംഭവമാണ്. ആ കേജിന് അകത്ത് ഇപ്പോ രണ്ടാളുകളാണ് ഉള്ളത്. ഒന്ന് നീൽഗിരി, മറ്റൊന്ന് സാക്ഷാൽ ഫെങ് ജസ്റ്റർ. ആ കൂട് വിശാലമായ ഒരു കൂടാണ്. ആ കൂടിന് പുറത്തായിപ്പോയി മോവിഹാൻ. മോവിഹാനും മോനിങ്ങും റൂഫെങ്ങും അതുപോലെ ജീലിനും ആ പെൺകുട്ടികളും ലിറ്റിൽ ഗോൾഡ് ഉൾപ്പെടെ സകലരും ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയത്ത് ആ കൂടിനകത്തുള്ള ചെസ്റ്റിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുകയാണ്. അയാള് ചിരിച്ചുകൊണ്ട് നീലിനോട് പറഞ്ഞു, ഹേയ് യങ്മാൻ, ഞാൻ കരുതിയത് നീ എന്നെ പെടുത്തു എന്നാണ്. പക്ഷേ യങ്മാൻ, നീ അവസാനിച്ചു. ഈ കൂടിനകത്ത് നീ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? അങ്ങനെ പറയാൻ അയാൾക്ക് എല്ലാ അവകാശമുണ്ട്. അയാള് ഡാവോ യുവാൻ ലെവലിലെ സൂപ്പർ സ്റ്റേജിൽ എത്തിയിരിക്കുന്ന ആളാണ്. 9th ലെവലിന്റെ പീക്കിലാണ് എന്ന് പറഞ്ഞാൽ സുപ്രീം എംപറായി അയാള് ബ്രേക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയാം. സുപ്രീം എംപറർ എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത പവറാണ്. നീലാണെങ്കിൽ സെയിന്റ് കിങ്ങിൽ നിൽക്കുന്നേ ഉള്ളൂ. അവിടെ നിന്ന് ഒരുപാട് ദൂരം ഓടിയാലേ അയാൾ ഒറിജിനൽ ലെവലിലെത്തും. പിന്നെയും 9 ലെവൽ കഴിയണം ഒറിജിനൽ കിങ്ങിലേക്ക് കടക്കാൻ. അവിടെയും 9 തീരുമ്പോഴാണ് സുപ്രീം എംപർ ലെവലിന്റെ ഫസ്റ്റ് സ്റ്റേജിലെത്തുക. ഇപ്പോ സുപ്രീം എംപർ ലെവലിന്റെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് സാക്ഷാൽ ചെസ്റ്റർ കടന്നിരിക്കുകയാണ്. പക്ഷെ അയാളൊരു ഒറിജിനൽ ബ്രേക്ക് ത്രൂ നടത്തിയിട്ടില്ല എന്ന് മാത്രം. അതുകൊണ്ട് തന്നെയാണ് അയാള് സന്തോഷത്തോടെ നീലിനെ ഒറ്റ കിട്ടിയപ്പോൾ ചിരിച്ചത്. അയാളുടെ വലത് കൈ അടർന്നിരിക്കുകയാണ്, പക്ഷെ ഇടത് കൈ അവിടെ ഉണ്ട്. അയാള് ഒന്ന് ചിരിച്ചു. ഏയ് യങ്മാൻ, നിന്റെ പേര് നീൽഗിരി എന്നാണല്ലേ? കൊള്ളാം. എന്റെ ഈ ഇടത് കൈയിലെ ഈ വാള് മാത്രം മതി നിന്നെ അവസാനിപ്പിക്കാൻ. ഇനി നീ എങ്ങനെയാണ് രക്ഷപ്പെടുക? ഞാനത് കാണട്ടെ. നീലും ശരിക്കും ഈ സമയത്ത് ആ കൂടിനകത്ത് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. നീലിന്റെ സംസാര ഗ്രേവിയാർഡിനകത്ത് മോർണിംഗ് ഉണ്ട്. മോർണിംഗിന്റെ ശക്തി കുറച്ച് വേണമെങ്കിൽ നീലിന് എടുക്കാം. പക്ഷേ മോർണിംഗ് അത്ര ശക്തിയിലല്ല ഇപ്പോൾ ഉള്ളത്. കോർട്ടവറിൽ നിന്ന് കുറേയേറെ ഊർജം വലിച്ചെടുക്കാൻ സംസാര ഗ്രേവിയാർഡിനകത്തുണ്ടായിരുന്ന മോർണിംഗിന് പറ്റിയിട്ടുണ്ടെങ്കിലും പൂർണ്ണ ശക്തി മോർണിംഗ് വീണ്ടെടുത്തിട്ടില്ല. പിന്നെ ഉള്ളത് ആ പുതിയ കല്ലറയിലെ കഥാപാത്രമാണ് ഷൂ ലിനേക്കർ. ഷൂ ലിനേക്കർ വളരെ ശക്തനാണെന്ന് മോർണിംഗിന്റെ വാക്കുകളിലൂടെ നീലിന് അറിയാം. പക്ഷെ പുള്ളി പുറത്തിറങ്ങാൻ വലിയ താല്പര്യം കാണിക്കുന്നില്ല. അവർ രണ്ടുമല്ലാതെ ബാലൻസ് ഉള്ളത് നീലിന്റെ കൈവശമുള്ള ആ ബ്ലഡ് ഡ്രാഗണും പിന്നെ ആ കുന്തവുമാണ്. നീല് തന്റെ കൈവശമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കൂട്ടി ആലോചിക്കുകയാണ്. ഈ സമയത്ത് ലിറ്റിൽ ഗോൾഡ് ആ വലയ്ക്ക് പുറത്തുമാണ്. ലിറ്റിൽ ഗോൾഡിനെ സഹായത്തിന് വിളിക്കാനും പറ്റില്ല. നീല് എന്ത് സംഭവിച്ചാലും ഫൈറ്റ് നടത്തിയ താൻ അവസാനിക്കുമെന്ന് മനസ്സിൽ തീരുമാനിച്ചു. അകത്തുള്ളത് അതിശക്തനാണ്. നീലങ്ങനെ ആലോചിക്കുമ്പോഴേക്കും ഫെങ് ചെസ്റ്റർ മുന്നോട്ട് കുതിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഒരു പുഞ്ചിരി സകല ആളുകൾക്കുമുണ്ട്. വിഹാന് മാത്രമാണ് അമ്പരപ്പുള്ളത്. അതേ അമ്പരപ്പ് മോ കുടുംബത്തിലെ മോനിങ്ങിനുമുണ്ട്. ആ ചെസ്റ്റർ മുന്നോട്ട് കുതിച്ചതും നീല് ആ കുന്തം തന്നെ പുറത്തെടുത്തു. ആ കുന്തം പുറത്തെടുത്ത നീല് ആ കുന്തവുമായി മുന്നോട്ട് കുതിക്കുകയാണ്. മുന്നോട്ട് കുതിച്ച നീലിന്റെ കയ്യിലെ ആ കുന്തവും ചെസ്റ്ററുടെ ആ വാളും തമ്മിൽ വീണ്ടും ഒന്ന് കൂട്ടിമുട്ടി. ആ വാളിൽ നീലിന്റെ കുന്തം പതിച്ച നിമിഷത്തിൽ അവിടെ അമ്പരപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാവുകയാണ്. ആ വാളിനെ അനങ്ങാൻ സമ്മതിക്കാതെ ആ കുന്തം വായുവിൽ അതിനെ തടുത്തിരിക്കുകയാണ്. ആ കുന്തം വായുവിൽ ആ വാളിനെ തടുത്തിരിക്കുകയാണ്. തന്റെ വാളിനെ കുന്തം തടുത്തത് മനസ്സിലാക്കിയ ഫെങ് ആ വാള് വലിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ വാള് അയാളുടെ കയ്യിലേക്ക് വരുന്നില്ല. ആ കുന്തത്തിൽ തട്ടി നിൽക്കുന്ന വാള് സാധാരണഗതിയിൽ തിരിച്ചു വലിക്കുമെങ്കിൽ വരേണ്ടതാണ്, പക്ഷെ വരുന്നില്ല. എന്താ സംഭവിച്ചതെന്ന് അറിയാനായി ചെസ്റ്റർ ആ വാളിന്റെ അറ്റത്തേക്ക് നോക്കുമ്പോൾ ആ വാളിനെ ആ കുന്തം
ചുറ്റി വരിഞ്ഞിരിക്കുകയാണ്. കുന്തം ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വടി പോലെ ഇരിക്കുന്ന സാധനമാണല്ലോ. പക്ഷെ ഈ കുന്തത്തിന്റെ അറ്റം വളഞ്ഞ് പാമ്പ് ചുറ്റും പോലെ ആ വാളിനെ ചുറ്റിയിരിക്കുകയാണ്. ഇതിപ്പോ എന്താ സംഭവിക്കുന്നത്? ശരിക്കും ഈ കാഴ്ച ആ കവറിന് പുറത്തുള്ള ഡാനിയൽ ഉൾപ്പെടെ എല്ലാവരും കണ്ടു. അമ്പരപ്പിക്കുന്ന ഒരു ശക്തിയുള്ള കുന്തം. നേരത്തെ ആ കുന്തത്തിന്റെ ശക്തി ജസ്റ്റ് തെറിപ്പിച്ചത് അവർ കണ്ടതാണ്. ഇപ്പൊ ഇതാ ഒരു മാന്ത്രിക ശൈലിയിൽ ആ കുന്തം പെരുമാറുകയാണ്. ആ കുന്തത്തിന് ഷേപ്പ് മാറ്റാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് മനസ്സിലാക്കിയ ആ ആളുകൾ വാ പൊളിച്ചങ്ങനെ നോക്കുമ്പോൾ ആ കുന്തത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ഒരു കറുത്ത പുക പുറത്തേക്ക് വന്നു തുടങ്ങി. ആ കറുത്ത പുക ആ പ്രൊട്ടക്റ്റഡ് ഏരിയക്കകത്ത് മുഴുവൻ അങ്ങ് നിറഞ്ഞു. ശരിക്കും അവിടെ ഒരു എനർജി വാളുണ്ട്. ഡാനിയൽ സൃഷ്ടിച്ച ആ എനർജി വാളിന്റെ അകത്തായി ആ പുക അങ്ങ് നിറഞ്ഞു. ഇപ്പോ പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് അകത്തുള്ളത് ഒന്നും കണ്ടുകൂടാ. അകത്ത് കറുത്ത പുക മാത്രമാണ്. ഈ സമയത്താണ് നീൽഗിരി ഒരു ശബ്ദം കേൾക്കുന്നത്. പ്ലീസ് റിലീസ് മീ. ആ ശബ്ദം എവിടെ നിന്നാണെന്ന് നീല മനസ്സിലായില്ല. പക്ഷെ നീലിന്റെ കയ്യിലെ ആ കുന്തം അനങ്ങുന്നുണ്ട്. ആ കുന്തത്തിന്റെ ഉള്ളിൽ ഒരു സ്പിരിറ്റ് ഉണ്ട്. ആ കുന്തത്തിന് ആത്മാവുണ്ടെന്ന് അർത്ഥം. അതുകൊണ്ടാണ് അതിന് ആ ഷേപ്പ് മാറാൻ പറ്റുന്നതും അതുവഴി പുക പുറത്തേക്ക് വിടാൻ പറ്റുന്നത്. നീലിന് അത് ഏതാണ്ട് അറിയാം. നീലിന് ഡ്രാഗൺ സ്ലേയിങ് സോഡിനും ശരിക്കും ഒരു സ്പിരിച്വൽ സെൻസ് ഉണ്ട്. അത് നീലുമായി കണക്റ്റഡ് ആണ്. നീലിന്റെ കൈ ഉയർത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സോഡ് നീലിന്റെ കയ്യിലേക്ക് വരും. നീലിന്റെ ആത്മാവിന്റെ ഒരു അംശം ആ സോഡിലേക്ക് സന്നിവേശിപ്പിച്ചിരിക്കുന്നതുകൊണ്ടാണ് ശരിക്കും അവർ തമ്മിലൊരു ബന്ധമുള്ളത്. അതുപോലെ ഏതൊരു സ്പിരിറ്റ്, ഏതൊരു ആത്മാവ് ആ സ്പിയറിനകത്ത് ഉണ്ടെന്ന് തോന്നിയതും നീല് കൈയെടുത്തു. നീല് കൈയെടുത്തതും ആ സ്പിരിച്വൽ സ്പിയർ പെട്ടെന്ന് ചെസ്റ്റിനടുത്തുനിന്ന് അങ്ങ് പിന്മാറി. ആ നിമിഷത്തിൽ ആ സ്പിരിറ്റ് സ്പിയർ പതുക്കെ പതുക്കെ പുകയായി മാറുകയാണ്. പൂർണ്ണമായും ഒരു പുക. ആ പുക പതുക്കെ ഘനീഭവിച്ചതും അവിടെ നല്ല പൊക്കവും വണ്ണവുമുള്ള അതിശക്തനായ ഒരാളെ ചെസ്റ്ററും നീലും ഒരുപോലെ കണ്ടു. ആ ആളെ കണ്ടാൽ ആരും ഒന്ന് ഞെട്ടിപ്പോവും. ഒരു ഭീകര സത്വം എന്ന് പറയാൻ പറ്റും. നമ്മുടെ ഫിൻ അലക്സിന്റെ അതേ വലിപ്പം എന്ന് പറയാം. അതേപോലെ ശരിക്കും ഉറച്ച മാംസപേശികളും കരുത്തുള്ള കൈകളുമുള്ള ഒരു രൂപമാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അത് നീലിനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ചെസ്റ്ററുടെ നേരെ തിരിഞ്ഞു. ചെസ്റ്റർ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. ചെസ്റ്ററുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആ രൂപം ചെസ്റ്ററോട് ചോദിച്ചു, നീ ആരെയാണ് ആക്രമിക്കാൻ ശ്രമിച്ചെന്ന് അറിയുമോ? ഏതാനും സെക്കൻഡുകൾ കൊണ്ട് അവിടെ സംഭവിച്ച കാര്യങ്ങളിൽ ആകെ വട്ടായിരിക്കുന്ന ചെസ്റ്ററോടാണ് ആ രൂപത്തിന്റെ ചോദ്യം. ആ രൂപത്തിന്റെ അവിടെയുള്ള ആ പ്രത്യക്ഷപ്പെടൽ പോലും വല്ലാത്തൊരു ഞെട്ടല് ചെസ്റ്റർക്ക് ഉണ്ടാക്കിയിരിക്കുമ്പോഴാണ് ചെസ്റ്ററോട് ആ രൂപം അങ്ങനെ ചോദിക്കുന്നത്. ചെസ്റ്റർക്ക് എന്ത് മറുപടി പറയുന്ന അറിയില്ല. പെട്ടെന്ന് അയാൾ ചോദിക്കുകയാണ്, വായാടി താങ്കളുടെ ഷടം. അങ്ങനെ പറഞ്ഞ ആ രൂപം ചെസ്റ്റർക്കെതിരെ വിരൽ ചൂണ്ടിയിട്ട് ചെസ്റ്ററോട് പറഞ്ഞു, നീ തൊടാൻ പാടില്ലാത്ത ആളെ തൊട്ടത്, അതിന്റെ ഫലം നീ ഇപ്പോ അനുഭവിക്കാൻ പോവുകയാണ്. അങ്ങനെ ചെസ്റ്ററോട് പറഞ്ഞ ആ രൂപം മുന്നോട്ട് നടക്കുമ്പോൾ ചെസ്റ്റർ ശരിക്കും വിറച്ചു തുടങ്ങി. ഒരു അജാന ബഹുവായ വ്യക്തി മുന്നിലേക്ക് നടന്നു വരികയാണെന്ന് ചെസ്റ്റർക്ക് അറിയാം. പക്ഷെ എന്താണ് തിരിച്ചു ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതാണിപ്പോ ചെസ്റ്റർക്ക് അറിഞ്ഞുകൂടാത്തത്. താൻ കൊല്ലപ്പെടാൻ പോവുകയാണെന്ന് തോന്നിയതും ചെസ്റ്റർ അയാളുടെ ആ ഇടത് കൈകൊണ്ട് വീണ്ടും ഒരു നീലപ്രകാശം സൃഷ്ടിച്ച് ആ രൂപത്തെ ആഞ്ഞൊന്നിടിച്ചു. ആ രൂപം പക്ഷേ ആ നീലപ്രകാശത്തെ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് വരികയാണ്. ആ നീലപ്രകാശം ആ രൂപത്തിന്റെ അടുത്തെത്തിയപ്പോൾ അങ്ങ് അപ്രത്യക്ഷമാകുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു രംഗവും ഇതിനിടയിൽ ചെസ്റ്റർ കാണുകയും ചെയ്തു. എന്തായാലും ഏതാനും സെക്കൻഡ് കഴിഞ്ഞതും ചെസ്റ്ററുടെ തൊട്ടു മുന്നിൽ ആ രൂപമെത്തി. ആ രൂപം വളരെ കൂളായിട്ട് അയാളുടെ കൈ ആ ചെസ്റ്ററുടെ നെറ്റിയിലേക്ക് വെച്ചു. ഇതിനിടയിൽ ചെസ്റ്റർ മുട്ടിടിച്ച് താഴെ വീണ് കഴിഞ്ഞു. അയാളുടെ ഫൈറ്റ് ചെയ്യാനുള്ള എല്ലാ താല്പര്യങ്ങളും അസ്തമിച്ചതുകൊണ്ടാണ് അയാൾ മുട്ടിടിച്ച് താഴെ വീണത്. താഴെ വീണ അയാളുടെ നെറ്റിയിലേക്ക് വിരല് ചേർത്ത് പിടിച്ച ആ രൂപം ആ കൈ ഒന്ന് ചുരുക്കിയതും അയാളുടെ തല അവരസ് കൊണ്ട പൊടിയും പോലെ അങ്ങ് പൊടിയുകയാണ്. ചെസ്റ്റർ എന്ന അമാനുഷികനായ ആ വ്യക്തി വെറും രക്തവും മാംസവും ആയി മാറുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച ആ കറുത്ത പുകയ്ക്കുള്ളിലൂടെ നീല് വ്യക്തമായി കണ്ടു. ഏതാനും സെക്കൻഡുകൾ അത്രയേ വേണ്ടി വന്നുള്ളൂ ആ കറുത്ത രൂപത്തിന് ചെസ്റ്ററെ അവസാനിപ്പിക്കാൻ. ഇപ്പൊ അവിടെ ചെസ്റ്റർ ഇല്ല. പകരം പൊടിഞ്ഞ എല്ലുകളും കുറച്ച് രക്തത്തുള്ളികളും മാത്രമാണുള്ളത്. ബാക്കി മുഴുവൻ ഏതാണ്ട് ആവിയായി പോയിരിക്കുകയാണ്. ആ രൂപം നീലിന് നേരെ തിരിഞ്ഞു. നീലിന് നേരെ തിരിഞ്ഞതിന് ശേഷം ആ രൂപം നീലോടായി പറഞ്ഞു, ഈ പ്രപഞ്ചം അതിവിശാലമാണ്. ഈ പ്രപഞ്ചത്തിൽ പുനർജന്മം സംഭവിച്ചുകൊണ്ടേയിരിക്കും. പുനർജന്മങ്ങളുടെ പിതാവേ, അങ്ങയ്ക്ക് എന്റെ വണക്കം. അങ്ങ് സൂര്യനെയും ചന്ദ്രനെയും മാത്രമല്ല ഈ പ്രപഞ്ചത്തെ വരെ നിയന്ത്രിക്കാൻ
കപ്പാസിറ്റി ഉള്ള ആളാണ്. ഞാൻ അങ്ങേക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി വണങ്ങുന്നു. അങ്ങനെ പറഞ്ഞ രൂപം അതിൻ്റെ കൈകളൊന്ന് അനക്കിയതും നീലിനെയും ചെസ്റ്ററേയും തളച്ചിരുന്ന ആ ഔട്ടർ കവർ ആ നിമിഷം അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതേ നിമിഷത്തിൽ ആ രൂപം പുകയായി മാറി ആ സ്പിയറിനുള്ളിലേക്ക് ലയിക്കുകയും ചെയ്തു. പക്ഷെ ആ സ്പിയറിന്റെ ശക്തി ഒരുപാട് കുറഞ്ഞ് വെറും സാധാരണ സ്പിയറായി ആ സ്പിയർ മാറിയെന്ന് ഒരു തോന്നല് നീലിനുണ്ട്. നീലിന്റെ കയ്യിൽ ഇപ്പൊ ആ സ്പിയർ ഇരിക്കുകയാണ്. എപ്പോഴാണ് ആ കുന്തം നീലിന്റെ കയ്യിലേക്ക് മടങ്ങി എത്തിയെന്ന് ചോദിച്ച് നീലിനും അറിയില്ല. കറുത്ത പുക പെട്ടെന്ന് മാറിയപ്പോൾ ആളുകൾ കാണുന്നത് സാക്ഷാൽ നീൽഗിരിയെ മാത്രമാണ്. നീല് ആ സ്പിയറും പിടിച്ചങ്ങനെ നിൽക്കുകയാണ്. ആളുകൾ ഫെങ്ചെസ്റ്ററുടെ നോക്കുമ്പോൾ ആ കൂടെ ഉണ്ടായിരുന്ന ആ വെനുവിനകത്ത് കുറച്ച് രക്തം തളം കെട്ടി കിടക്കുന്നത് അവരുടെ ശ്രദ്ധയപ്പെട്ടു. അവിടെ എല്ലുകളൊക്കെ പൊടിഞ്ഞു കിടപ്പുണ്ട്. സാധാരണഗതിയിൽ ഒരു യുദ്ധം ഉണ്ടാവുമ്പോൾ ആളെ വെട്ടി വീഴ്ത്തിയാലും എല്ലൊക്കെ അവിടെ കാണും, മാംസമൊക്കെ കാണും. ഇവിടെ മാംസവും എല്ലുകൾ പോലും പൊടിഞ്ഞു പോയിരിക്കുകയാണ്. എന്താ ഇപ്പോ സംഭവിച്ചിരിക്കുന്നത്? ശരിക്കും വിശ്വസിക്കാനാവാതെ റൂഫൻ അടുത്ത് കണ്ട മരത്തിൽ ഒന്ന് അറിയാതെ പിടിച്ചു പോവുകയാണ്. അയാള് ജീനിയസുകളിൽ ഏറ്റവും ശക്തനാണെന്നൊക്കെ സ്വയം ധരിക്കുന്ന ആളാണ്. അയാളെക്കാൾ ശക്തനായ ഒരാള് ഉണ്ടാകില്ല എന്നൊരു വിശ്വാസം റൂഫിങ്ങിനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ നീൽഗിരിയെ ഈ ശൈലിയിൽ കണ്ടപ്പോൾ അയാളുടെ ആ വിശ്വാസം ആ നിമിഷം ഇടിഞ്ഞു പോയി എന്ന് പറയാം. മോർണിംഗും സ്തംഭിച്ചു നിൽക്കുകയാണ്. അതുപോലെ വിഹാനും. അതിനേക്കാളേറെ സ്തംഭിച്ചു നിൽക്കുന്നത് സാക്ഷാൽ ഡാനിയലാണ്. അയാളുടെ ആ കൂടിന്റെ ശക്തി അയാൾക്ക് നന്നായിട്ട് അറിയാം. ആ കൂട് നീൽഗിരി തകർത്തിരിക്കുന്നു. അതോടൊപ്പം സുപ്രീം എംബർ ലെവലിലേക്ക് കടന്നിരിക്കുന്ന സാക്ഷാൽ ഫെങ്ചെസ്റ്ററെ നീല് കൊന്നിരിക്കുകയാണ്. വിശ്വസിക്കാനാവാത്ത ഒരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അമ്പരപ്പോടെ അയാൾ ആ രംഗത്തിലേക്ക് നോക്കുമ്പോൾ ബാക്കിയുള്ള ആളുകളും ആകെ ഞെട്ടിയിരിക്കുകയാണ്. നീൽഗിരിയെ അവർക്കൊന്നും പരിചയമില്ല എന്നുള്ളതാണ് സത്യം. നീല് മോ കുടുംബത്തിന്റെ അതിഥിയായി ആ ഹാൻ കുടുംബത്തിലേക്ക് എത്തി എന്നതല്ലാതെ നീലിനെ അവരാരും കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ല. ജൂനിയേഴ്സിന്റെ മീറ്റിൽ ഒരു നീൽഗിരി ഉണ്ടായിരുന്ന കാര്യം അവരാരെങ്കിലും പറഞ്ഞറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഈ സീനിയേഴ്സ് ശരിക്കും ഈ കാര്യമൊന്നും ശ്രദ്ധിക്കുന്ന ആളുകളല്ല എന്നാണ് സത്യം. അമ്പരപ്പോടെ അവരൊക്കെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ജീലിന് ശരിക്കും സന്തോഷം വരികയാണ്. നേരത്തെ അവള് കരഞ്ഞു പോയിരുന്നു. ആ കൂട് നീലിനെയും ചെസ്റ്ററേയും അകത്താക്കിയപ്പോൾ ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായായിപ്പോയ ജീലിൻ ജീവിതത്തിൽ ആദ്യമായി നീൽഗിരിക്ക് വേണ്ടി കരഞ്ഞു പോവുകയായിരുന്നു. അവൾക്ക് അലറി കരയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവളുടെ പുറകിൽ കുറെ കുട്ടികളുണ്ട്. ആ കുട്ടികൾ അവൾ വല്ലാതെ പ്രതീക്ഷയോടെ പിടിച്ചിരിക്കുകയാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുമ്പോഴാണ് ഇവിടെ ഈ മറിമായൊക്കെ സംഭവിച്ചത്. അവൾക്ക് എന്ത് പറയണമെന്നറിയില്ല. അവളുടെ ഒരു കളിക്കൂട്ടുകാരനാണ് നീൽഗിരി എന്ന് വേണമെങ്കിൽ പറയാം. അടികൂടാൻ പറ്റിയ കക്ഷി. ആ കക്ഷിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിനെ കുറിച്ച് ജീലിന് ആലോചിക്കാനേ വയ്യ. ജീലിൻ നീലിന്റെ പേര് പറഞ്ഞ് അവളുടെ ചേച്ചിയെ കളിയാക്കാറുണ്ട്. വേറെ നല്ല പയ്യന്മാരെ ചേച്ചിക്ക് നോക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ഉള്ളിൽ അവൾക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. സിക്കിന നീലിനെ വിവാഹം കഴിക്കണം. ആ ഒരു ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ജീലിൻ പെട്ടെന്ന് അവളുടെ കണ്ണുകൾ തുടച്ചു. ഈ സമയത്ത് ഡാനിയൽ നീലിനോട് പറഞ്ഞു, ഏയ് നീൽഗിരി, നീ എന്നെ വീണ്ടും അതിശയിപ്പിച്ചിരിക്കുകയാണ്. നിനക്ക് ഇവിടുന്ന് കടന്നു പോകാൻ ഞാനൊരു അവസരം നൽകാം. നിന്റെ കൈവശമുള്ള ആ സ്പിയർ അത് നീ ഞങ്ങൾക്ക് അടിയറവ് വെച്ചാൽ നിന്നെ ഇവിടെ നടന്ന സംഭവങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒഴിവാക്കാം. അത് കേട്ടപ്പോ മോ വിഹാനും മോർണിംഗിനും വല്ലാത്തൊരു അതിർത്തി ഉണ്ടായെങ്കിലും അതൊരു സൊല്യൂഷൻ ആണെന്ന് മോ വിഹാൻ അറിയാം. മോ വിഹാൻ പെട്ടെന്ന് നീലിന്റെ അടുത്തേക്ക് വന്നു. മിസ്റ്റർ നീൽഗിരി എന്തു പറയുന്നു? അങ്ങനെ വിഹാൻ ചോദിച്ചതും മോർണിംഗ് വിഹാന്റെ അടുത്തേക്ക് വന്ന് വിഹാനോട് പറഞ്ഞു, അച്ഛാ, എന്ത് ചോദ്യം അച്ഛയെ ചോദിക്കുന്നത്? ആ സ്പിയർ നീലിന്റെ സ്വന്തമാണ്. അത് നീലെന്തിനെ അടിയറവ് വയ്ക്കണം? മോർണിംഗ് അത് പറഞ്ഞതും വിഹാൻ മോർണിംഗോട് പറഞ്ഞു, ഏയ് നിങ്ങൾ മിണ്ടാതിരിക്കുക, ഞാൻ സൊല്യൂഷൻ ഉണ്ടാക്കാൻ നോക്കുകയാണ്. ശരിക്കും അയാളുടെ മുന്നിൽ വലിയ പിക്ചറുണ്ട്. ആ വലിയ പിക്ചർ മോ കുടുംബവുമായി കണക്റ്റഡ് ആണ്. മോ കുടുംബത്തിന് ഒരു തരത്തിലും ദോഷം ഉണ്ടാക്കാൻ അയാൾക്ക് ആഗ്രഹമില്ല. പ്രശ്നം വലുതാകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നതാണ് ശരിക്കും മോ വിഹാൻ ആലോചിക്കുന്നത്. അതുകൊണ്ടാണ് ആ സ്പിയർ കൊടുത്താൽ പ്രശ്നം തീരുമെങ്കിൽ അത് കൊടുത്ത് പ്രശ്നം തീർക്കാൻ മോ വിഹാൻ നീലിനോട് പറഞ്ഞത്. നീല് മോ വിഹാനോട് പറഞ്ഞു, മിസ്റ്റർ മോ വിഹാൻ, താങ്കളുടെ നല്ല മനസ്സ് എനിക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഞാൻ ഈ സ്പിയർ ആർക്കും കൊടുക്കില്ല. അങ്ങനെ പറഞ്ഞ നീൽഗിരി ആ സ്പിയർ അങ്ങ് പിൻവലിക്കുകയും ചെയ്തു. ആ സ്പിയർ പെട്ടെന്ന് സംസാര ഗ്രേവി യാർഡിനകത്തേക്ക് അങ്ങ് അപ്രത്യക്ഷമായി. അത് കണ്ട ഹാൻ ഡാനിയൽ നീലിനോട് പറഞ്ഞു, ഏയ് നീൽഗിരി, നിനക്ക് ഞാനൊരു ചാൻസ് നൽകിയതാണ്, നീ അത് വേണ്ടെന്ന് വെച്ചുവല്ലേ? ആ ചോദ്യം ഡാനിയൽ ചോദിച്ചതും നീല് ഡാനിയലോട് പറഞ്ഞു, മിസ്റ്റർ ഹാൻ ഡാനിയൽ, താങ്കൾ ഒരു നീതിമാന്റെ വേഷം വെറുതെ എടുത്ത് അണിയുകയാണ്. എനിക്കറിയാം താങ്കളുടെ ഉള്ളിൽ എന്താണ് ഉള്ളതെന്ന്. നിങ്ങൾ
എന്തുകൊണ്ട് ആ കൊച്ചു കുട്ടികളെ കാണുന്നില്ല? ആ കുട്ടികളെ ഈ CBI സെക്ഷൻകാർ എന്തിനാ ഉപയോഗിച്ചിരുന്നെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. അവരുടെ സെക്ഷനിലെ ആളുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ പാവപ്പെട്ട കൊച്ചു പെൺകുട്ടികളുടെ ഊർജം വലിച്ചെടുക്കുക. എത്ര മോശം പ്രവൃത്തിയാത്തത്! മാർഷൽ ആർട്സുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകളെ തട്ടിക്കൊണ്ടുവരിക, വളർത്തുമൃഗങ്ങളെ വളർത്തുപോലെ കൂട്ടിലിട്ട് വളർത്തുക, എന്നിട്ട് അവിടെ ഊർജം വലിച്ചെടുക്കുക, ആ ഊർജം ഉപയോഗിച്ച് ശക്തി നേടുക, എന്നിട്ട് ആ ശക്തിയിൽ അഹങ്കരിക്കുക. അതൊക്കെ ശരിയാണെന്ന് താങ്കൾ സമ്മതിച്ചു കൊടുക്കുമ്പോൾ താങ്കൾ എങ്ങനെയാ ഒരു ന്യായാധിപനായി ന്യായം പറഞ്ഞ ആളായി കാണാൻ പറ്റും? അതുകൊണ്ട് താങ്കളുടെ മധ്യസ്ഥത അത് എൻ്റെ അടുത്ത് വേണ്ട. നീൽഗിരി ആ വാചകം പറഞ്ഞു തരുമ്പോൾ ശരിക്കും ആകാശം ഇടിഞ്ഞു വീണ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടായിരിക്കുന്നത്. നീല് പറഞ്ഞ് ഹാൻ കുടുംബത്തിന്റെ ആ സെക്ഷൻ മാസ്റ്റർക്കെതിരെയും പറഞ്ഞിരിക്കുകയാണ്. പറയേണ്ട സമയത്ത് പറയും എന്നുള്ളതാണ് നീലിന്റെ പ്രത്യേകത. വാചകം അടിച്ച് നീലിനെ തോൽപ്പിക്കാമെന്ന് ഒരാളും കരുതണ്ട. ശരിക്കും നീലുമായി ബന്ധമുള്ള സിയ റൂട്ടോ സോന സണ്ണോ അവിടെ ഉണ്ടെങ്കിൽ അവരത് തീർത്തു പറഞ്ഞു, അല്ലെങ്കിൽ ലിങ്ഡൺ ഗ്രേ വേണം. നീലിന്റെ ആ വാചകം അവിടെ ശരിക്കൊരു കോൾഡ് അന്തരീക്ഷം ഉണ്ടാക്കിയിരിക്കുകയാണ്. പെട്ടെന്ന് എല്ലാ മേഖലയും തണുത്തുറഞ്ഞതുപോലെ ഒരു ഫീൽ. ഏതാനും സെക്കൻഡ് നേരം ആ എൻറ്റയർ ആളുകളും അങ്ങനെ നിൽക്കുകയാണ്. ഹാൻ കുടുംബത്തിലെ ഹാൻ ഡാനിയൽ ഒരു ചെറിയ കഥാപാത്രമല്ല. അയാളെ ഡിപ്പെൻഡ് ചെയ്താണ് ബാക്കി എല്ലാ സെക്ഷനുകളും ആ മിസ്റ്റിക് വേൾഡിലേക്ക് ആളുകളെ അയക്കുന്നത്. ആ ഹാൻ ഡാനിയലിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് നീൽഗിരി പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ശരിക്കും അവിടെ നിൽക്കുന്ന ഒരാൾക്കും പറയാൻ കഴിയുന്ന വാക്കുകളല്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെ ആകെ സ്തംഭിച്ച് നിൽക്കുമ്പോൾ നീല് ആ ഹാൻ ഡാനിയലോട് പറഞ്ഞു, എന്റെ സ്പിയർ വേണമെന്ന് ആവശ്യപ്പെടാൻ നിങ്ങളുടെ കുടുംബത്തിൽ ചിലപ്പോൾ ഒരാൾക്ക് കഴിഞ്ഞേക്കും. അത് മിസ്റ്റർ ഹാൻ ജോബ്സ് ആണ്. ഹാൻ ജോബ്സ് നേരിട്ട് വന്ന് എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ ആ സ്പിയർ കൊടുത്തേക്കും. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ആ അവസരം നൽകില്ല. നീല് കുറെ കൂടി കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിഹാസ കഥാപാത്രമായ ഹാൻ ജോബ്സിന് മാത്രമേ തന്നോട് ആ ആവശ്യം ഉന്നയിക്കാനുള്ള അർഹതയുള്ളൂ. ബാക്കി കക്ഷികൾ ആരും അങ്ങനെ ഒരു കാര്യം ചോദിക്കേണ്ടെന്നാണ് നീല് പറയുന്നത്. സുപ്രീം എംപററായ സാക്ഷാൽ ഹാൻ ഡാനിയൽ ഈ വാക്കുകളൊക്കെ കേട്ട് നിശബ്ദനായി അങ്ങനെ നിൽക്കുകയാണ്. അയാളുടെ പെരുവിരൽ മുതൽ ദേഷ്യം ഇങ്ങനെ ഇരച്ചു കയറുകയാണ്. ദേഷ്യം കൊണ്ട് ചുമന്ന ഡാനിയൽ നീലിന്റെ നേരെ വിരൽ ചൂണ്ടി നീലിനോട് പറഞ്ഞു, നിനക്ക് ജീവിക്കാനുള്ള അർഹത പൂർണ്ണമായും നഷ്ടമായി. അങ്ങനെ അയാൾ പറഞ്ഞു എന്ന് മാത്രമല്ല, അയാൾ മുന്നോട്ട് കുതിക്കുകയും ചെയ്തു. നീല് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഡിഫെൻഡ് ചെയ്യാന്നുള്ളതല്ലേ പറ്റൂ. നീല് സംസാര ഗ്രേവി യാർഡിനകത്തുള്ള മോ നിങ്ങിനോട് പറഞ്ഞു, മോർണിംഗ് സപ്പോർട്ട് മീ. ഓക്കെ ടു മാസ്റ്റർ. മറുഭാഗത്തുനിന്ന് മറുപടിയും വന്നു. മോർണിംഗ് ശരിക്കും ദുർബലയാണ്. മോർണിംഗിന്റെ ശക്തിയൊക്കെ മോർണിംഗ് ഇതിനു മുമ്പ് എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞു. ആ കോർ ടവറിൽ നിന്ന് ലഭിച്ച ഊർജ്ജമാണ് കുറച്ച് ശക്തി മോർണിംഗിൽ ബാക്കി വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് എന്തായാലും മോർണിംഗ് നീലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ട്രാൻസ്ഫർ ചെയ്യുന്നിടയിൽ മോർണിംഗ് നീലിനോട് പറഞ്ഞു, 10,000 വജ്ര ഫിസ്റ്റ് ഉപയോഗിച്ചു. കേൾക്കേണ്ട താമസം നീല് തന്റെ വലം കൈയിലേക്ക് സകല ഊർജ്ജത്തെ കേന്ദ്രീകരിക്കുകയാണ്. മോർണിംഗിന്റെ എനർജിയും ആ ഇമോർട്ടൽ ഫ്ലെയിമും ഡ്രാഗൺ എനർജിയും അതുപോലെ ഡിവൈൻ പവറും ഒക്കെ നീല് ആ കയ്യിലേക്ക് കൊണ്ടുവന്നു. നീലിന്റെ ആ ഡിവൈൻ പവറിന് യഥാർത്ഥത്തിൽ മിന്നലുകൾ സൃഷ്ടിക്കാൻ പറ്റും. ആ പവറിനെയാണ് നീല് വലം കൈയിലേക്ക് കേന്ദ്രീകരിക്കുന്നത്. ഇമോർട്ടൽ ഫ്ലെയിമിന് ആളുകളെ നിപ്പിൽ ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആ ഫ്ലെയിമിന്റെ പവറും നീല് വലം കൈയിലേക്ക് എടുത്തിരിക്കുകയാണ്. പിന്നെ ഡ്രാഗൺ പവറാണ്. ഡ്രാഗൺ പവറിനും ആളുകളെ കത്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതും നീല് വലം കൈയിലേക്ക് എടുത്തു. തനിക്ക് പറ്റാവുന്ന എല്ലാ ശക്തിയും വലം കൈയിലേക്ക് നീല് ആവാഹിക്കുമ്പോൾ സാക്ഷാൽ ഡാനിയൽ നീലിന്റെ തൊട്ടടുത്തേക്ക് ഉയർന്നു കഴിഞ്ഞു. അയാള് ചാടി ഉയർന്ന് ആഞ്ഞൊരൊറ്റ ഇടി. ശരിക്കും അതിശക്തനായ ഡാനിയൽ ആകാശത്ത് താഴേക്ക് ഇങ്ങനെ പാഞ്ഞു വരുമ്പോൾ നീൽഗിരിയും ചാടി ഉയർന്നു. രണ്ടുപേരുടെ കൈകൾ ആകാശത്ത് വെച്ച് കൂട്ടിമുട്ടുകയാണ്. അതിശക്തമായ പഞ്ച്. ആ പഞ്ച് ആകാശത്ത് ഒരു ഉഗ്ര സ്ഫോടനം ഉണ്ടാക്കി. നീലിന്റെ കയ്യിലെ പ്രകാശത്തിന് ആകെ ഒരു ചുവപ്പ് നിറമാണ്. നീലിന്റെ ആ ബോഡിക്ക് ചുറ്റുമുള്ള സുവർണ്ണ പ്രകാശം ശരിക്കും ആ ചുവപ്പ് പ്രകാശത്തിനകത്ത് ലയിച്ച് ചേർന്നു എന്ന് പറയാം. അതേസമയത്ത് തിളങ്ങുന്ന പ്രകാശമാണ് സാക്ഷാൽ ഡാനിയലിന്റെ കയ്യിൽ. ആ പ്രകാശവും നീലിന്റെ ആ പ്രകാശം തമ്മിൽ കൂട്ടിമുട്ടിയതും ആ കൈകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന മുമ്പേ ആ പ്രകാശം ഇടിക്കുകയാണ്. തൽഫലമായ ആ രണ്ട് കൈകൾക്കിടയിൽ ഒരു വലിയ ഗ്യാപ്പ് ഉണ്ടായി. അതിന്റെ എൻഡ് റിസൾട്ടിൽ നീൽഗിരി അങ്ങ് തെറിച്ചു. നീല് തന്നെ എല്ലാ പവറും എടുത്ത് ആ വലങ്കയിലേക്ക് കൊടുത്തിട്ടും നീല് പുറകോട്ട് തെറിക്കുകയായിരുന്നു. തെറിച്ച് ദൂരേക്ക് വീണ നീലിനെ കണ്ടപ്പോ ഡാനിയലിന്റെ മുഖത്ത് ഒരു അതിശയം. അയാളുടെ കയ്യിലേക്ക് കൊടുത്ത പവർ എന്താണെന്ന് അയാൾക്ക് നല്ല ഓർമ്മയുണ്ട്. അയാളൊരു സുപ്രീം എംപററാണ്. സുപ്രീം എംപററിന്റെ ഒരുപാട് താഴെയാണ് ഈ സെയിന്റ് കിങ്. സുപ്രീം എംപറർ ഡാവുയുൻ, ഓർജിൻ കിങ്, ഓർജിൻ, പിന്നെയാണ് സെയിന്റ് കിങ്. പ്രധാനപ്പെട്ട 4 ലെവലുകൾ വ്യത്യാസമുള്ള ഒരാള് തന്റെ പഞ്ചിൽ അവസാനിക്കേണ്ടതാണ്.
പക്ഷെ നീല് അവസാനിച്ചില്ല. നീല് ആ വീണ സ്ഥലത്ത് നിന്ന് എണീറ്റ് കഴിഞ്ഞു. അവന്റെ ആ ഒരു റിഫ്ലക്ഷൻ എന്തായാലും ഡാനിയലിന്റെ മുഖത്ത് ഒരു അമ്പരപ്പ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഡാനിയല് മാത്രമല്ല, ഇപ്പോ ആ മോവിഹാനും കൂടുതൽ ആളുകളൊക്കെ ഞെട്ടിയിട്ടുണ്ട്. നീല് തീർന്നു എന്ന് കരുതി മോർണിംഗ് 2 കൈകൾ കൊണ്ട് അവളുടെ മുഖം പൊത്തിപ്പിടിച്ചതാണ്. പക്ഷേ നീല് തീർന്നില്ല എന്ന യാഥാർത്ഥ്യം അവൾ മനസ്സിലാക്കുമ്പോൾ അവൾക്കും വല്ലാത്തൊരു അതിശയം. നീല് അവളെ തെല്ലെന്നുമല്ല അമ്പരപ്പിക്കുന്നത്. സുപ്രീം എംപറർ ലെവലിൽ ഒരാളുടെ പഞ്ചിനെ തടുക്കാൻ നീലിന്റെ ആ ലെവലിലുള്ള ഒരാൾക്ക് കഴിയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. എന്നിട്ടും നീല് എണീറ്റിരിക്കുകയാണ്. നീലിന്റെ വായിക്കൂടെ ചോര ഒലിക്കുന്നുണ്ട്. നീല് തന്റെ ഇടത് കൈ ഉപയോഗിച്ച് ആ ചോര ഇങ്ങനെ പതുക്കെ തുടയ്ക്കുമ്പോൾ നീലിന്റെ കണ്ണുകളിൽ ഒരു തിളക്കം കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ആ കാഴ്ച ആ ഹാൻ ഡാനിയലും കണ്ടു. ഹാൻ ഡാനിയലിന് ഇപ്പൊ ഒരു കാര്യം അറിയാം, ഇവന്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട്. അല്ലെങ്കിൽ ഇവന് ഇത്രയും ശക്തി ഒരിക്കലും സമാഹരിക്കാൻ കഴിയില്ല. അയാള് ചുറ്റും ഒന്ന് നോക്കി, എവിടെയെങ്കിലും ആരെങ്കിലും ഒളിച്ചു നിൽക്കുന്നുണ്ടോ എന്നുകൂടി ഒന്ന് അറിയണമല്ലോ. അയാൾക്ക് ഈ നീൽഗിരിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല. ആദ്യമായിട്ടാണ് നീലിനെ കാണുന്നത് തന്നെ. പക്ഷെ അവൻ വല്ലാതെ തന്നെ ഇറിറ്റേറ്റ് ചെയ്യുകയാണ്. നീലിന്റെ കയ്യിൽ ഇനിയും ട്രംപ് കാർഡ് ഉണ്ടാകുമെന്ന ഒരു ധാരണ ഈ സമയത്ത് ഡാനിയലുണ്ട്. ഡാനിയൽ അത് മനസ്സിലാക്കി അയാളുടെ കൈ എന്ന് ഉയർത്തിയതും കയ്യിൽ ഒരു വാള് പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ സ്റ്റോറേജ് റിങ്ങിനകത്തുനിന്ന് ആ വാള് പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു കാര്യം നമുക്ക് ഊഹിക്കാം, അത് ഒരു സ്പിരിറ്റ് സോഡാണ്. സ്പിരിറ്റ് ഉള്ള സോഡിന് മാത്രമേ ഉയർത്തുമ്പോൾ കയ്യിലേക്ക് വരാൻ പറ്റൂ. അല്ലാത്ത സോഡുകളാണെങ്കിൽ അവര് അരയിൽ തൂക്കിയിരിക്കും, അവിടുന്ന് വലിച്ചെടുക്കണം. ഇത് ആത്മാവുള്ള സോഡാണ്. ആ സ്പിരിച്വൽ സോഡ് കയ്യിലേക്ക് എടുത്ത ഡാനിയൽ ആ സോഡ് ഇങ്ങനെ ഉയർത്തുമ്പോൾ ആ സോഡിൽ നിന്ന് പ്രകാശം പുറത്തേക്ക് ഇങ്ങനെ വമിച്ചു തുടങ്ങി. ആ സോഡിന്റെ പ്രകാശം ആ എൻഡർ മേഖലയിലും അനവധി ട്യൂബ് ലൈറ്റുകൾ കത്തിച്ച ശൈലിയിൽ വെട്ടം കൊണ്ടുവന്നിരിക്കുകയാണ്. ആ വാള് അങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ ഡാനിയൽ ആ വാള് നീലിന് നേരെ പിടിച്ചു. സ്വാഭാവികമായിട്ടും ആ വാളിൽ നിന്ന് അതിശക്തമായ ഒരു ഓറ നീലിന് നേരെ പാഞ്ഞു വരികയാണ്. അതിശക്തമായ ഓറ നീലിന് നേരെ പാഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ടും നീല് മുട്ടിടിച്ച് വീഴേണ്ടതാണ്. ആ സോഡിൽ അയാൾ കൊടുത്തിരിക്കുന്നത് സുപ്രീം എംപററുടെ പവറാണ്. ആ സുപ്രീം എംപററുടെ ഓറയ്ക്ക് ഒരു സെയിന്റ് കിങ് കാരന്റെ ഓറയെ മറികടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലല്ലോ. പക്ഷേ നീല് അചഞ്ചലായി അങ്ങനെ നിൽക്കുകയാണ്. നീലിന്റെ ആ നിപ്പ് സ്വാഭാവികമായിട്ടും ആ ഡാനിയലിനെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കുകയാണ്. നേരത്തെ അയാൾ ദേഷ്യത്തോടെ നീലിനെ ഇടിച്ചപ്പോ നീല് മരിക്കുമെന്നാണ് അയാൾ കരുതിയത്. പക്ഷെ അത് സംഭവിച്ചില്ല. ഇപ്പൊ ഓറ ഉപയോഗിച്ച് അവന് മുട്ടുകുത്തിക്കാൻ വിചാരിച്ചപ്പോ അതും നടക്കുന്നില്ല. ആ വാളിന്റെ പിടിയിൽ ഒന്നുകൂടി ഉറപ്പിച്ചുകൊണ്ട് ആ നിമിഷത്തിൽ ഹാൻ മുന്നോട്ട് ഒരു കുതിപ്പ് കുതിക്കുകയെന്ന് വെച്ചു. ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയാത്ത ശൈലിയിൽ മോവിഹാൻ അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുകയാണ്. മോവിഹാന് നീലിനെ രക്ഷിക്കണമെന്നുണ്ട്, പക്ഷെ അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹാൻ കുടുംബത്തിലെ ആ ടെറിട്ടറിക്കുള്ളിൽ അയാൾ എന്ത് ചെയ്താലും അത് മോ കുടുംബത്തിന്റെ അന്ത്യത്തിലേക്ക് കലാശിക്കും. അതറിയാവുന്ന വിഹാൻ നിസ്സഹായതയോടെ അയാളുടെ മകളെ ഒന്ന് നോക്കി. മോർണിംഗ് ഒരു അക്ഷരമിണ്ടാതെ നിശബ്ദിയായി ആ ഫൈറ്റ് നടക്കുന്ന അവിടേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. നേരത്തെ മോർണിംഗ് അവളുടെ കണ്ണ് പൊത്തിയതാണെങ്കിൽ ഇപ്പൊ അവള് കണ്ണ് പൊത്തുന്നില്ല. അവൾക്ക് എന്തോ ഒരു പ്രതീക്ഷ, നീൽഗിരി ഈ അറ്റാക്കിനെ മറികടക്കുമെന്ന് എന്തോ ഒരു തോന്നൽ. റൂഫങ്ങിന്റെ മുഖത്തും ആ പ്രതീക്ഷയുണ്ട്. റൂഫങ്ങിന് ആദ്യം നീലിനോട് ഒരു എതിർപ്പൊക്കെ തോന്നിയായിരുന്നു. തന്നെക്കാൾ ശക്തനാണ് നീലെന്ന് കാണുമ്പോൾ ഒരു എതിർപ്പ് അത് റൂഫങ്ങിന് ഉണ്ടായി. പക്ഷെ ഇപ്പോ അയാൾ ആ നീൽഗിരിയെ ആത്മാർത്ഥമായി അങ്ങ് ഇഷ്ടപ്പെട്ടു പോവുകയാണ്. ഇതൊരു തന്റെ ഇടമാ ആ ചെറുപ്പക്കാരൻ കാണിക്കുന്നത്. അയാൾക്ക് ഒരു ഭയവുമില്ല. അതാണ് റൂഫങ്ങിനെ ശരിക്കും ആകർഷിച്ചത്. റൂഫങ്ങിന് അത്തരക്കാരെയാണ് ഇഷ്ടം, ഭയമില്ലാത്ത ചെറുപ്പക്കാരെ. എതിരാളുടെ ശക്തിയെക്കുറിച്ചുള്ള അറിവ് നീലിനെ ഭയപ്പെടുത്തുന്നതേയില്ല. ഇങ്ങനെയൊക്കെ ആളുകൾ പരസ്പരം ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീലിനും ആ കൊച്ചു കൂട്ടുകാരും ശരിക്കും ഭയന്നിട്ടുണ്ട്. ജീലിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവളുടെ സഹോദരി അവിടെ എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ സിക്കിനെ അതിൽ ഇടപെടിക്കായിരുന്നു. പക്ഷെ സിക്കിനെ വിചാരിച്ചാലും അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും ജിലിന് അറിയാം. അത്ര ശക്തനാണ് ഹാൻ ഡാനിയൽ. ഡാനിയൽ മുന്നോട്ട് കുതിച്ചു വരുമ്പോ നീൽഗിരിയുടെ കയ്യിൽ ആ സംസാര ഗ്രേവി യാർഡിനകത്തുനിന്നുള്ള ആ സൂചി പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ലിൻ ക്ലിൻസ്മാൻ നീലിന് നൽകിയിരിക്കുന്ന ആ സൂചി നീല് അതിവേഗതയിൽ പാഞ്ഞു വരുന്ന ഹാൻ ഡാനിയൽ നേരെ പ്രയോഗിച്ചതും മുന്നോട്ട് നീങ്ങിയ ആ സൂചി പെട്ടെന്ന് രൂപമാറ്റത്തിന് വിധേയമാവുകയാണ്. അത് ഒരു വാളായി മാറി. പെട്ടെന്ന് ആ വാള് 2 ആയി, 2 4 ആയി, 4 8 ആയി. അതിവേഗം ആ വാളുകളുടെ എണ്ണം കൂടുകയാണ്. നീൽഗിരിക്ക് നേരെ പാഞ്ഞു വരുന്ന ഹാൻ ഡാനിയലിന്റെ തൊട്ടു മുന്നിൽ 100 കണക്കിന് വാളുകളുടെ ഒരു സമ്മേളനം തന്നെ ആകാശത്ത് ഉണ്ടാവുകയാണ്. ആ വാളുകൾ ഒന്നടങ്കം അതിവേഗതയിൽ ആ ഹാൻ ഡാനിയൽ നേരെ കുതിക്കുമ്പോൾ ഹാൻ ഡാനിയൽ അയാളുടെ ശക്തി മുഴുവൻ ആ വാളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ചാടി ഉയർന്ന് ആഞ്ഞൊരൊറ്റ സ്ലാഷ്. ആകാശത്ത് താഴേക്ക് അതിശക്തമായി ഡാനിയലിന്റെ ആ വാളങ്ങനെ ഒരു സ്ലാഷ് നടത്തിയതും നീൽഗിരിയുടെ ആ എല്ലാ വാളുകളും ആ നിമിഷം തകർന്ന് തരിപ്പണമായി. നീല് പുറകോട്ട് തെറിച്ചു. പുറകോട്ട് തെറിച്ച നീലിനെ നോക്കി
ഹാൻ ഡാനിയൽ നീലിനോടായി പറഞ്ഞു, ഏയ് നീൽ, മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് സൂചി ഉപയോഗിച്ച് നിനക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ എന്റെ മുന്നിൽ അത് ചെലവാകില്ല. സുപ്രീം എംപറർ ലെവലിൽ നിൽക്കുന്ന അയാള് കൃത്യമായും നീലിന്റെ ആ സൂചി കണ്ടിരുന്നു. ആ സൂചി അനവധി വാളുകളായി രൂപം മാറുന്ന ആ മാന്ത്രിക പ്രക്രിയയുടെ ഉള്ളിലെ കാര്യം അയാൾക്ക് മനസ്സിലാവുകയും അയാൾ അത് കണക്കാക്കി സ്ലാഷ് ചെയ്യുകയും ചെയ്തതാണ്. ലിവിംഗ് ഇൻസ്മന്റെ ആ സൂചി അവിടെ ദയനീയമായി പരാജയപ്പെട്ടു. ആ സൂചി വിജയിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നീല് ശക്തനാകണം. നീലിന്റെ ഡാന്റിയനിൽ ഇപ്പോ ഊർജം തീരെ ഇല്ല എന്ന് തന്നെ പറയാം. അതിശക്തമായി ആദ്യത്തെ പഞ്ച് ആ ഡാനിയൽ നടത്തിപ്പോ അതിനെ പ്രതിരോധിച്ച് നീല് അവിടെ എടുത്ത് ഉപയോഗിച്ച ഇമോർട്ടൽ ഫ്ലെയിം ആണെങ്കിലും ഡിവൈൻ ലൈറ്റനിങ് ആണെങ്കിലും ഡ്രാഗൺ പവർ ആണെങ്കിലും അതുപോലെ മോർണിംഗിന്റെ അഡീഷണൽ പവർ ആണെങ്കിലും ഡിപ്പെൻഡ് ചെയ്തത് നീലിന്റെ ഡാന്റൈനിലെ ആ ട്രൂ എനർജിയാണ്. തൽഫലമായി അത് ഏതാണ്ട് വറ്റിയിട്ടുണ്ട്. നീലിപ്പോ കിതയ്ക്കുന്നുണ്ട്. നീലിന്റെ വായ്ക്കുഴി ചോര ഒലിക്കുന്നതിന്റെ അളവ് കൂടിയിരിക്കുകയാണ്. അതിദയനീയമാണ് നീലിന്റെ അവസ്ഥ എന്ന് അത് കാണുന്ന ജീലിന് അറിയാം. പക്ഷെ അവക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നും. ആ കുട്ടികൾ ആകെ ഭയന്നിരിക്കുകയാണ്. ദൂരേക്ക് തെറിച്ചു വീണ നീലിനെ അല്പനേരം അങ്ങനെ ഹാൻ നോക്കി നിൽക്കുകയാണ്. നീലിന്റെ കയ്യിൽ ഇനിയും ഏതെങ്കിലും ട്രംപ് കാർഡ് കാണുമോ എന്നൊരു പേടി അയക്കുണ്ട്. നീല് ട്രംപ് കാർഡുകൾ ഒന്നൊന്നായി ഉപയോഗിക്കുകയാണ്. നേരത്തെ ഫെങ് ചെസ്റ്ററെ നീൽ അവസാനിപ്പിച്ചത് ഒരു ട്രംപ് കാർഡ് ഉപയോഗിച്ചാണ്. ആ സ്പിയർ നീലിന്റെ ഒരു ട്രംപ് കാർഡാണ്. അതിനുശേഷം അയാളുടെ പഞ്ച് നീല് തടുത്തത് മറ്റൊരു ട്രംപ് കാർഡ് ഉപയോഗിച്ചാണ്. ഇപ്പോ ഈ സമയത്തും നീൽ ഉപയോഗിച്ചത് ആ സൂചിയാണ്. അത് അപൂർവമായി മാത്രം യുദ്ധത്തിൽ ഉപയോഗിക്കപ്പെടുന്ന സൂചിയാണ്. അതൊരു മാന്ത്രിക സൂചിയാണ്. ഇനിയും നീൽഗിരിയുടെ കയ്യിൽ ട്രംപ് കാർഡുകൾ കാണും. അതുകൊണ്ടാണ് വളരെ ശ്രദ്ധിച്ച് മാത്രം ഹാൻ ഡാനിയൽ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ഹാൻ ഡാനിയൽ ഉറക്കെ വിളിച്ചു പറയുകയാണ്, ഞാൻ ദാ ഇവനെ അങ്ങ് വധിക്കാൻ പോവുകയാണ്. ഇവനെ ഞാൻ വധിക്കുന്നതിൽ നിങ്ങൾക്ക് ആർക്കും എതിർപ്പുണ്ടാകില്ല എന്ന് എനിക്കറിയാം. അങ്ങനെ ഡാനിയൽ പറഞ്ഞതും ഒരു ശബ്ദം ഉടൻ അവിടെ ഉയർന്നു കേട്ടു. എനിക്ക് എതിർപ്പുണ്ട് കേട്ടോ. ശബ്ദം കേട്ട ദിക്കിലേക്ക് ഡാനിയൽ നോക്കുമ്പോ ലേശ പ്രായമുള്ള ഒരാള് നടന്ന് നീലിന്റെ അടുത്തേക്ക് എത്തി. ആ ആള് ഡാനിയലിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ആ വാചകത്തോട് എതിർപ്പുണ്ട്. ആ ആള് ആ ഡയലോഗ് ഒരിക്കൽ കൂടി ആവർത്തിച്ചതും ഡാനിയൽ ആ ആളോട് പറഞ്ഞു, എൽഡറിവൻ അങ്ങനെ ഈ വിഷയത്തിൽ ഇടപെടുന്നത് എനിക്ക് ഈ ചെറുപ്പക്കാരിൽ താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ ഇടപെടുന്നത്. എൽഡറിവൻ അങ്ങനെ പറയരുത്. അവനൊരു ചെകുത്താനാണ്. അവൻ ചെകുത്താന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടെ ഒരുപാട് ആളുകളെ വധിച്ചായിരുന്നു. ദാ അവനോട് ചോദിക്കേ. അങ്ങനെ പറഞ്ഞതും ഹാൻഡ് സെൽബന്ധികളായ മറ്റ് സെക്ഷനുകാരും ഉറക്കെ വിളിച്ചു പറഞ്ഞു, അതെ അതെ, അവൻ ചെകുത്താനെ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അവൻ ചെകുത്താന്റെ എനർജിയാണ് ഇവിടെ ഉപയോഗിച്ചത്. അവൻ ശരിക്കും ചെകുത്താനാണ്. അവൻ വളർന്നു വന്നാൽ ഈ കുള്ളൻ മലനിരകളിൽ ആകെ പ്രശ്നമാവും. ഒരുപാട് ആരോപണങ്ങൾ നീൽഗിരിക്ക് നേരെ അവർ ഉന്നയിച്ചതും ആ മനുഷ്യൻ തിരിഞ്ഞ് നീലിനോട് ചോദിച്ചു, ഏയ് യങ്മാൻ, നീ ചെകുത്താന്റെ ആളാണോ? ഏയ് അല്ല. നീൽ ഉടൻ തന്നെ മറുപടി പറഞ്ഞു. ആ മറുപടി കേട്ടതും ആ മനുഷ്യൻ തിരിഞ്ഞ് മറ്റുള്ളവർ നോക്കിയിട്ട് അവരോടായി പറഞ്ഞു, ഞാൻ അന്വേഷിച്ചു, അവൻ ചെകുത്താന്റെ ആളൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് ആ മനുഷ്യനെ മറുപടി പറഞ്ഞത്. അത് കേട്ടതും ആ അഭിപ്രായം പറഞ്ഞ ആളുകളൊക്കെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പോടെ ആ ആളെ നോക്കിയാണ്. സാർ, അങ്ങ് എന്തായി പറയുന്നത്? അങ്ങ് അന്വേഷിച്ചു? അതെ, ഞാൻ അന്വേഷിച്ചു. ആ ചെറുപ്പക്കാരന് ചെകുത്താനുമായി ഒരു ബന്ധവുമില്ല. ഞാൻ ഇനി അവനെ കൊണ്ടുപോവുകയാണ്. എൽഡർ യുവാൻ, അങ്ങ് എന്തായി പറയുന്നത്? അവൻ ഇവിടെ ഒരുപാട് ആളുകളെ. അങ്ങനെ ഡാനിയൽ പറഞ്ഞതും എൽഡർ യുവാൻ അയാളുടെ കാല് തറയിലൊന്ന് ആഞ്ഞൊരു ചവിട്ട്. തറയിൽ അയാൾ കാല് വെച്ചതും ശരിക്കും ഒരു ചെറിയ തരംഗം തറയിലുണ്ടാവുകയാണ്. ആ തരംഗം ഉണ്ടാകുന്ന സമയത്ത് എൽഡർ യുവാൻ രണ്ട് കൈയും നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് കെട്ടിയിട്ട് അവരോടായി പറഞ്ഞു, നിങ്ങളിൽ ആർക്കെങ്കിലും എന്റെ അഭിപ്രായത്തോട് എതിർപ്പുണ്ടെങ്കിൽ ഇപ്പോ എന്നെ നേരിടാം. ഞാൻ എന്നെ കൈയൊക്കെ ഒന്ന് ഉപയോഗിച്ചിട്ട് കാലം ഒരുപാടായി. ആ സെമിത്തേരിക്ക് കാവൽ നിന്ന് ഇപ്പോ കൈ ഉപയോഗിക്കാൻ എനിക്ക് തീരെ സമയം കിട്ടുന്നില്ല. നീൽഗിരി ലിങ്ഡൺ ഗ്രേയുമായി ലിങ്ഡന്റെ അച്ഛനെ കൊണ്ടുപോയ ആ സെമിത്തേരിയിൽ അവരെ തടുത്തു നിർത്തി നീലിന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിച്ച അതേ വൃദ്ധനാണ് യഥാർത്ഥത്തിൽ അവിടെ നിൽക്കുന്നത്. ആ വൃദ്ധനാണ് നേരത്തെ അവിടെ ആ ഹോളി ലിസ്റ്റ് പ്രദർശിപ്പിച്ചപ്പോ അവിടെ ആ കസേരയിൽ ഇരുന്ന വ്യക്തി. അതേ ആള് ഇതാ ഇവിടെ ഇപ്പോ നീൽഗിരിയുടെ മുന്നിലെത്തിയിരിക്കുകയാണ്. ആ കക്ഷി കയ്യേക്കൊന്ന് വിടർത്തി ആ ഡയലോഗ് പറഞ്ഞതും ആ ഡയലോഗ് കേട്ട ആളുകൾ പതുക്കെ പുറകോട്ട് മാറി. എൽഡർ യുവാനുമായി കൈ കോർക്കുക എന്ന് പറഞ്ഞാൽ മരണം ഇരന്നു വാങ്ങുക എന്നതാണ്. സുപ്രീം എംപറർ ലെവലിൽ നിൽക്കുന്ന ആ എൽഡേഴ്സ് ഒക്കെ അവർ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് പുറകോട്ട് മാറിപ്പോവുകയാണ്. എൽഡർ യുവാനെ അവർക്ക് തൊടാൻ പറ്റില്ല. അവര് പുറകോട്ട് മാറുന്ന കണ്ടതും എൽഡർ യുവാൻ നീലിന്റെ കൈ പിടിച്ച് നീലെ എണീപ്പിച്ചു. ഹേയ് നീൽഗിരി, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്താലോ? ഇത്രയും നേരം ശരിക്കും വല്ലാത്തൊരു അമ്പരപ്പോടെ നീല് ആ വൃദ്ധനെ നോക്കി നിൽക്കുകയായിരുന്നു. ആ വൃദ്ധനെ നീല്
ആകെ ഒരു തവണയാണ് കണ്ടിട്ടുള്ളത്. അത് ആ സെമിത്തേരിയിൽ വെച്ചാണ്. അയാൾ ഇപ്പോൾ ഇതാ ഒരു കാരണവുമില്ലാതെ തന്നെ സഹായിക്കുകയാണ്. ഈ സമയത്ത് ജീലിനും ആ കൊച്ചുകുട്ടികളൊക്കെ വല്ലാത്തൊരു ആശ്വാസത്തോടെ നീലിന്റെ അടുത്തേക്ക് ഓടി വന്നതും നീല് അവരെ ചേർത്ത് പിടിച്ചു. മോർണിംഗും അതുപോലെ മോർണിംഗിന്റെ സഹോദരനും മോർണിംഗിന്റെ പിതാവിനും ഒക്കെ ആ നിമിഷം എന്തെന്നില്ലാത്തൊരു ആശ്വാസം സ്വയം തോന്നുകയാണ്. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതിരുന്ന ആ അവസരത്തിലാണ് ദൈവദൂതനെ പോലെ ആ എൽഡർ യുവാൻ അവിടെ അവതരിച്ചത്. നീലിന് ഈ ആളുമായി എന്താണ് ബന്ധം? ആ ചോദ്യം വിഹാന്റെ മനസ്സിൽ മാത്രമല്ല, മോർണിംഗിന്റെ മനസ്സിലും മോർണിംഗിന്റെ ബ്രദറുടെ മനസ്സിലും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെയാണ് അവിടുന്ന് പിന്മാറുന്ന ആളുകളുടെ മനസ്സിലും. എൽഡർ യുവാനും നീൽ ഗ്രീൻ തമ്മിൽ എന്താണ് ബന്ധം? ആ ചോദ്യം ചോദിച്ചുകൊണ്ട് ആളുകൾ പതുക്കെ പതുക്കെ പിന്മാറുമ്പോൾ നീൽ ഗ്രീൻ ആ വൃദ്ധനായ മനുഷ്യരോട് ചോദിച്ചു, സാർ അങ്ങ് എന്തിനാ എന്നെ രക്ഷിച്ചത്? നീൽ ഗ്രീൻ, നമുക്ക് അതൊക്കെ സംസാരിക്കാം, നമുക്ക് ഇവിടുന്ന് ലേശം കൊണ്ട് മാറാം. അങ്ങനെ അദ്ദേഹം വീണ്ടും പറഞ്ഞതും നീല് അദ്ദേഹത്തോടൊപ്പം നടന്നു തുടങ്ങുമ്പോൾ നീലിനെ ജീലിനെ ചേർത്ത് പിടിച്ചു. ജീലിന്റെ കൂടെ ആ ബാക്കി പെൺകുട്ടികളും ഒരു പടയായി പതുക്കെ അവിടുന്ന് നടന്നു നീങ്ങുകയാണ്. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ഇതുവരെ യങ് മാസ്റ്റർ എന്ന കഥ നിങ്ങളോട് പറഞ്ഞത് സ്റ്റോറി ടെല്ലർ ചാനലിൽ നിന്നും BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.